أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهر لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. സൂറത്ത് നിസായിലെ 136 ആയത്താണ് നമ്മൾ നോക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹി വറസൂലിഹി يا أيها الذين آمنوا بالله ورسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം. അപ്പോൾ അതൊരു അധികരിച്ച വിശ്വാസമാണ്. ഇപ്പം നമ്മൾ പറയലുണ്ടല്ലോ, നമുക്കൊക്കെ അള്ളാഹിനെ അറിയാലോ, നമുക്കൊക്കെ അള്ളാഹിൽ വിശ്വാസം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കൂടുതൽ വിശ്വസിക്കാൻ പറയുന്നത്? നമ്മളോട് ചോദിക്കപ്പെടാറില്ലേ, എനിക്ക് അള്ളാഹിനെ അറിയാലോ, ഇത്രയും കാലം എനിക്ക് അള്ളാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ, പിന്നെന്താ കൂടുതൽ ഇപ്പോൾ അള്ളാഹിനെ അറിയൽ എന്ന് ചോദിക്കാറില്ലേ? ചിലപ്പോൾ പറയില്ല, ഇത്രയും കാലം ഞാൻ അള്ളാഹുൽ മാത്രമാണ് അർപ്പിച്ചത്, എൻ്റെ ജീവിതവും എല്ലാം ഞാൻ അള്ളാഹുലായിരുന്നു, എനിക്ക് അള്ളാഹിനെ അറിയുന്ന പോലെ ആർക്കും അറിയാൻ പറ്റുന്നുണ്ടാവില്ല, പിന്നെ എന്തിനാ കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? എന്തിനാ ഇപ്പോൾ അള്ളാഹിലേക്കാണെന്ന് പറയുന്നത്? അപ്പോൾ ഓൾറെഡി അള്ളാഹിനല്ലേ ഞാൻ വിളിക്കുന്നത് എപ്പോഴും, അള്ളാഹുവിനല്ലേ ഞാൻ അറിയുന്നത് എപ്പോഴും, അള്ളാഹുലേക്കല്ല എൻ്റെ മടക്കം, പിന്നെ എന്തിനാ കൂടുതൽ എന്ന് ചോദിക്കാമല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹ്, വീണ്ടും വിശ്വസിക്കുക. അത് അധികരിച്ച വിശ്വാസമാണ്. ഇപ്പോഴുള്ള വിശ്വാസത്തെക്കാൾ കൂട്ടിയും, ഇപ്പോഴുള്ള ഈമാനിനേക്കാൾ കൂട്ടിയും. ഏത് വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, വിശ്വാസങ്ങളിൽ വിശ്വാസമുണ്ട്, പരിശുദ്ധമായ ശരീഅത്തിൽ വിശ്വാസമുണ്ട്, ത്വരീഖത്തിൽ വിശ്വാസമുണ്ട്, ഖൈറിലും ഷർറിലും ഖദറിലും ഖലാഇലും എല്ലാത്തിലും നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലായിക്കൊന്നില്ല, പക്ഷെ വിശ്വാസം കൂടുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസം കൂടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നതൊക്കെ. നമ്മുടെ ഈ ആത്മീയ യാത്രയും ത്വരീഖത്തും നമ്മളെ ഈ ദർസും താലീമും ദിക്റും ഖുർആനോത്തും ഹിദ്മത്തും മറ്റു പരിശ്രമങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനാ? നമുക്കൊരു വർധനം ഉണ്ടാവാൻ വേണ്ടിയാണ്, ഉള്ളത് കൂടുതൽ വർദ്ധിക്കുക ആണ്. യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാൻ വെച്ചവരെ, അള്ളാഹുൽ കൂടുതൽ ഈമാൻ വെക്കി എന്നാ പറഞ്ഞത്. വറസൂലിഹി, അതുപോലെ തന്നെ അവൻ്റെ റസൂലിലും, കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അപ്പം അള്ളാഹുലും അള്ളാഹിൻ്റെ ഖലീഫയിലും അള്ളാഹിൻ്റെ ഖലീഫക്ക് ഇറക്കി കൊടുത്ത കിതാബിലും, അതായത് അള്ളാഹു അവൻ്റെ ഖലീഫയിലും എന്ന് പറഞ്ഞാൽ പിന്നെന്താ, അത് മദീനയിൽ നമ്മൾ ചിന്തിക്കില്ല, അങ്ങനെയല്ല. അവരുടെ കൊണ്ടുവന്ന കിതാബുണ്ട്, പരിശുദ്ധമായ ഖുർആനുണ്ട്, ഹദീസുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. കിതാബില്ലദീ അൻസല മിൻ ഖബൽ, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നതോടുകൂടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത്, മുമ്പുള്ളതൊക്കെ നിങ്ങൾ വിശ്വസിക്കണം. മറ്റ് അമ്പിയാക്കന്മാർക്കൊക്കെ അള്ളാഹു കിതാബ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വിശ്വസിക്കണം. അതിൽ ഏതെങ്കിലും ഒന്നുപോലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുത്. അപ്പോൾ അള്ളാഹുൽ വിശ്വസിക്കണം, റസൂലുള്ളാഹി വിശ്വാസങ്ങൾ വിശ്വസിക്കണം, വിശ്വാസങ്ങൾക്ക് അള്ളാഹു നൽകിയ കിതാബിൽ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിൽക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബുകളിലൊക്കെ വിശ്വസിക്കണം. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ അവിശ്വസിച്ചാൽ, മലായിക്കത്തി, അവൻ്റെ മലക്കുകളെ അവിശ്വസിച്ചാൽ, കുതുബിഹി, അതുപോലെ കിതാബുകളെ അവിശ്വസിച്ചാൽ, റുസുലിഹി, അവൻ്റെ മുർസലീങ്ങളെ അവിശ്വസിച്ചാൽ, യൗമുൽ ആഖിർ, അതുപോലെ തന്നെ അന്ത്യനാളിനെ അവിശ്വസിച്ചാൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം പേച്ചു പോയിരിക്കുന്നു, അവൻ്റെ പേവ് ബഹുദൂരം പേച്ചിരിക്കും. ചെറിയ പേവൊന്നല്ല അത്,
ബഹുദൂരം പേച്ചു. ബഹുദൂരം പേച്ചു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പേവായിരിക്കും അത്. അള്ളാഹു ഇപ്പം നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം കൂടി കൂടിയതാണ്. മഹാന്മാർ പറഞ്ഞത് കാണാം. ഇതുപോലെ തന്നെയാണ് ഏതൊരു കാലഘട്ടത്തിലും അള്ളാൻ്റെ ഔലിയാക്കന്മാരെ നമ്മൾ ഏതെങ്കിലും ഒരു വലിയനെ വിശ്വസിക്കുകയാണ്, വേറെ വലിയനൊന്നും നമ്മൾ വിശ്വസിക്കൂല. നമ്മൾ സയ്യിദുനാ ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശ്വസിക്കുന്നു, അവരെ പിന്തുടരുന്നു. എന്നാൽ ബാക്കിയുള്ള ഔലിയാക്കന്മാരൊന്നും നമ്മൾ വിശ്വസിക്കില്ല, അവരൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഷെയ്ഖിനെ വിശ്വസിച്ചാലും മറ്റ് ഔലിയാക്കന്മാരെ നമ്മൾ സ്ഥിരപ്പെടുത്തണം, അവർക്കുള്ള ആത്മീയാവസ്ഥകൾ സ്ഥിരപ്പെടുത്തണം, അവർക്ക് അള്ളാഹു നൽകിയ ഫുയൂദാത്തുകൾ, അവർക്ക് തർബിയത്തിൻ്റെ രീതികളെല്ലാം നമ്മൾ സ്ഥിരപ്പെടുത്തണം. എന്നാൽ അത് നമ്മൾ പിന്തുടരണമെന്നില്ല. വിശ്വാസത്തിൽ അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കണം, അതിനെ നിഷേധിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു വലിയനെ നിഷേധിച്ചാൽ അവൻ എല്ലാ ഔലിയാക്കന്മാരും നിഷേധിച്ചവനെ പോലെയാണ്. അതുപോലെ തന്നെ അവൻ ഏതെങ്കിലും ഒരു റസൂലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, മറ്റേതെങ്കിലും നബീനെ വിശ്വസിച്ചാൽ റസൂലുള്ളാഹിനെ വിശ്വസിക്കാത്തവനെ പോലെയാണ്. ഏതെങ്കിലും കിതാബിനെ വിശ്വസിച്ചു, വേറെ ഒന്നും കിതാബിനെ വിശ്വസിക്കുന്നില്ല, അപ്പോൾ എല്ലാ കിതാബിനെയും തള്ളിയവനെ പോലെയാണ്. അവൻ കിതാബിനെ വിശ്വസിച്ചു, റസൂലുള്ളാഹിനെ വിശ്വസിച്ചു, അള്ളാഹിനെ വിശ്വസിച്ചു, മലക്കിനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എല്ലാം അവിശ്വസിച്ച പോലെയാണ്. അവൻ്റെ വിശ്വാസം എല്ലാത്തിലും അവൻ്റെ വിശ്വാസം ശരിയായിരിക്കണം. അവൻ അന്ത്യനാൾ ഉണ്ടോ എന്നുള്ളതിന് അവനൊരു സംശയമാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തഫ്സീറിൽ കുറച്ചും കൂടി വിശദീകരിച്ച് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുമെന്ന് പറയും, മുർസലീങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും, കിതാബിൽ വിശ്വസിക്കുമെന്ന് പറയും, മലായിക്കത്തിന് വിശ്വസിക്കുമെന്ന് പറയും. പക്ഷെ അന്ത്യനാൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും ദിവസമൊന്നും ഉണ്ടാവില്ല. അതൊരു വലിയ എന്തെങ്കിലും അതിനൊരു പ്രത്യേക ഒരു അർത്ഥമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേക ഒരു മാനമൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ആത്മീയമായ അവസ്ഥയാണ് അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ത്യനാളിലാണ് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറായി പോകും. ഇനിയിപ്പോൾ അന്ത്യനാളിൽ വിശ്വസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, മറ്റ് നബിമാരിലൊക്കെ വിശ്വസിച്ചു, കിതാബിൽ വിശ്വസിച്ചു, പക്ഷെ മലക്ക് എന്ന് പറഞ്ഞ സാധനമൊന്നും യഥാർത്ഥത്തിലില്ല. അതൊരു വേറെ എന്തോ ഒരു സാധനമാണ്. അതിങ്ങനെ അള്ളാഹുവിൽ നിന്ന് വിശ്വാസങ്ങളൊക്കെ വരുന്നതിന് നമ്മൾ പേരിട്ട് വിളിച്ചതാണ്. ഇതൊരു ഹാലിൻ്റെ പേരാണ് മലക്ക് എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് മലായിക്കത്തിനെ നിഷേധിച്ചാൽ അപ്പോഴും അവൻ കാഫിറായിപ്പോയി, എല്ലാത്തിനും അവിശ്വസിച്ചവനെ പോലെയായി. ഇതൊക്കെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ. മാത്രമല്ല വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ വർധനവുണ്ടാവാൻ പരിശ്രമിക്കുകയും വേണം. നോർമൽ വിശ്വാസം മാത്രം പോരാ, ഉള്ള വർധനവും പരിശ്രമം നടത്തണം. ഫിലിയാൽ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, യാ അയ്യുഹല്ലദീന ആമിനൂ ദൂമു അലൽ ഈമാൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസത്തിൽ ദായിമാവണം. നിങ്ങൾക്ക് സ്ഥിരമായ വിശ്വാസം ഉണ്ടാവണം. കുറച്ചേരം വിശ്വസിച്ചു, കുറച്ചേരം അവിശ്വസിച്ചു, അങ്ങനെയല്ല. ബില്ലാഹി വറസൂലി വ കിതാബില്ലദീ നസ്സല അലാ റസൂലി. കിതാബില്ലദീ നസ്സല അലാ റസൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത കിതാബാണ്. അതെന്താണ്? ഖുർആനാണ്. ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. കിതാബില്ലദീ അൻസല മിൻ ഖബൽ അലാ റസൂലി ബിമഅന കുതുബൻ. അതിനർത്ഥം എന്താ? മുൻകഴിഞ്ഞ നബിമാർക്ക് കൊടുത്ത കിതാബാണ്. അവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സിംഗുലർ അല്ല, ഏകവചനമായിട്ട് പറഞ്ഞതല്ല. കിതാബ് എന്ന് പറയുന്നത് അതൊരു മൊത്തം കുത്തുബ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്, എല്ലാ കിതാബുകളും. വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വയൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ. അവൻ ഏറ്റവും വളരെ വിദൂരത്തുള്ള അവൻ്റെ പേവ് ബഹുദൂരം പോയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അനിൽ ഹക്ക്, സത്യത്തിൽ നിന്ന് എത്രയോ അവൻ വിദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ആയത്തിൽ. സൂക്ഷ്മമായി നോക്കിയാൽ നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമിനു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് അഭിസംബോധന ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടാകും. അത് മുഅ്മിനീങ്ങളാണോ, കാഫിരീങ്ങളെയാണോ, മുനാഫിക്കീങ്ങളെയാണോ, എന്തിനാണ് ഈ ആമനു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ് എന്നൊരു ചർച്ച ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആമിനു ബില്ല എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തർക്കും അപ്പം എന്തായിരിക്കും ആമിനു ബില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്നൊരു ചർച്ച ഉണ്ട്. പിന്നെ ഇവിടെ ഈമാൻ വെക്കുന്ന സമയത്ത് അള്ളാഹ്, റസൂല്, കിതാബ് ഇങ്ങനെ ഓർഡറിലാണ് വന്നത്. എന്നാൽ കുഫറിനെ പറ്റി പറയുന്ന സമയത്ത് അള്ളാഹ്, മലായിക്കത്ത്, കിതാബ്, റസൂൽ അങ്ങനെ വന്നത്. എന്താ ഈ ഓർഡർ മാറ്റം വന്നത്? അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. വേറൊരു ചർച്ച, ഇവിടെ അള്ളാഹ്, റസൂല്, കിതാബ് എന്ന് പറഞ്ഞു, ഇവിടെ മലായിക്കത്ത് പറഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മലായിക്കത്ത് പറയാഞ്ഞത്? എന്നാൽ താഴത്ത് മലായിക്കത്ത് വന്നു, അള്ളാഹ്, മലായിക്കത്ത്, കുത്തുബ്, റസൂൽ. എന്താ അങ്ങനെ വന്നത്? അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. മാത്രമല്ല ഇവിടെ അഞ്ചല എന്ന് ഉപയോഗിച്ചു. റസൂലുള്ളാഹിങ്ങളെ കിതാബിനെ പറ്റി പറഞ്ഞെടുത്തോ നസ്സല എന്ന് പറഞ്ഞു.
എന്നാൽ മറ്റ് നബിമാരെ കിതാബിനെ പറ്റി പറഞ്ഞെടുത്ത് അഞ്ചല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നജ്ജല, അഞ്ചല അങ്ങനെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ നടത്തിയത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ യാമിനു എന്ന് പറയുന്നതിൻ്റെ ആത്മീയമായ മായന എന്താണ്, അത് ഏതൊക്കെ നമ്മളെ ത്വരീഖത്തിൻ്റെ സുലൂക്കിൻ്റെ അഹലുകാരൊക്കെ എങ്ങനെയാണ് യാമിനു ആമിനു എന്ന് പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ഒരു ചർച്ചയുണ്ട്. ഇന്നത്തെ ദർസ് അത്രയും നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങളെ വിശദീകരിക്കണം. അതിൻ്റെ മലയാളം വായിക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥം നേരത്തെ തന്നെ കരസ്ഥമാക്കിയ ഒരു കാര്യം വീണ്ടും നേടാനുള്ള കൽപ്പനയാണ് തോന്നിപ്പിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെയുള്ള കാര്യം വീണ്ടും ചെയ്യാൻ കൽപ്പിക്കുകയാണോ? അങ്ങനെ തോന്നലുണ്ടാവുമല്ലോ. ഇത് അസാധ്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇക്കാരണത്താൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവ പ്രധാനമായി 2 അഭിപ്രായങ്ങളായി ചുരുങ്ങുന്നു. അപ്പം ഇവിടെ അല്ലയോ സത്യവിശ്വാസികളെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള വിശ്വാസം തന്നെ വിശ്വസിക്കുന്ന അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവിടെ 2 അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, സത്യവിശ്വാസികളെ എന്ന വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിന് നിരവധി ശാഖകളുണ്ട്. ഏകദേശം സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത് മൊമിനീങ്ങളാണ് എന്നുള്ള മുസ്ലിമീങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ 5 അഭിപ്രായ വ്യത്യാസം ഇതിൻ്റെ ഉള്ളിലുണ്ട്. മൊമിനീങ്ങളാവുമ്പോൾ തന്നെ അതിൻ്റെ 5 എണ്ണം ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വാസത്തിൽ നിലകൊള്ളുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെയാണ്, സംഭവം ശരി. പക്ഷെ എന്ത് ചെയ്യണം? വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിൽ നിലകൊള്ളണം, അതിൽ അടിയുറച്ച് നിൽക്കണം. ആടിയൊലഞ്ഞ വിശ്വാസക്കാരാവരുതേ. യായുൽദീൻ ആമിനു എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ ത്വരീഖത്തിലൊക്കെ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവലുണ്ടല്ലോ. ചിലവരുണ്ടാവും ആടിയൊലഞ്ഞ ഈമാനുള്ളവർ. ആരെങ്കിലും ഒന്നും ഇങ്ങനെ വസ്വാസാകുമ്പോഴത്തേക്ക് വസ്വാസായി ഇതിപ്പോൾ ശരിയല്ലേ ആണോ അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ. അതൊരു ശരിക്കുള്ള ഈമാനല്ല. എന്നാൽ ഉറച്ച ഈമാനുള്ളവരുണ്ട്. എന്ത് തന്നെ കോളിളക്കം വന്നാലും പിന്നെ ആടാത്ത ഉലയാത്ത ഒരു ഈമാനുള്ളവർ, അവിടെയാണ് ശരിക്കും അടിയുറച്ച ഈമാൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തെ നിലകൊള്ളുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ചുരുക്കം തുടരെ കൊടുത്ത അർത്ഥത്തിലേക്കാണ് മടങ്ങുന്നത്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും വിശ്വസിച്ചവരെ നിങ്ങൾ ഭാവിയിലും ആ വിശ്വാസം തുടരുക. പഴയ കാലത്തൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വാസമുണ്ട്, സംഭവം ശരി തന്നെ. പക്ഷെ അതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങരുത്. ഭാവിയിൽ ഇതുപോലത്തെ വിശ്വാസം ഉണ്ടാവണം. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആടിയൊലയുന്ന അവസ്ഥ ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ അറിയുന്ന ആളായിരുന്നിട്ടും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആയത്ത് നോക്കി നോക്കൂ, എന്താ പറഞ്ഞത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം അള്ളാഹു ഏകനാണ്, അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് വിശ്വാസങ്ങൾ പറഞ്ഞല്ലോ. ഫഅലം, നിങ്ങൾ അറിയണം. അപ്പോൾ അള്ളാഹു അല്ലാത്തൊരു ആരാധനയില്ല, നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ അള്ളാഹു വിശ്വാസങ്ങളോട് പറഞ്ഞത് അറിയാഞ്ഞിട്ടല്ലല്ലോ. വിശ്വാസങ്ങൾക്ക് അറിയാലോ, അള്ളാഹ് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ, അള്ളാഹ് മാത്രമേ ഇലാഹുള്ളൂ, അവനിലേക്ക് മാത്രമേ മടക്കുള്ളൂ, അറിയാലോ. പക്ഷെ വീണ്ടും അറിയണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലൊരു വർധനവാണ്, അത് നിലകൊള്ളണം എന്ന് പറഞ്ഞാണ്. എന്ന് അള്ളാഹു കൽപ്പിച്ച വചനം ഇതിന് സമാനമാണ്. ഈ രണ്ടാമതൊരു വ്യാഖ്യാനം വിശ്വാസികളോടാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താ? അനുകരണത്തിലൂടെ വിശ്വസിച്ചവരെ നിങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക. അതായത് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഈ ദീന് വിശ്വസിച്ച് ജസ്റ്റ് അനുകരിച്ചിട്ടായിരിക്കും. ഒരു മഹാനായ മനുഷ്യൻ ഇത് കൊണ്ടെടുക്കുന്നത് കൊണ്ട് ഞാനും കൊണ്ടെടുക്കുന്നു, ഒരു അനുകരണം മാത്രമേ അതിലുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? ആ അനുകരണത്തിനെ ഒന്നുകൂടി ഉറപ്പിക്കുക. ഈമാൻ, ആ അനുകരണത്തിൻ്റെ ഈമാൻ ഒന്നുകൂടി ഉറപ്പിക്കുക. എങ്ങനെ ഉറപ്പിക്കുക? അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്കതിൽ പിന്നെ അക്കശക്ക ഉണ്ടാവരുത്, സംശയങ്ങൾ ഉണ്ടാവരുത്, ആ രൂപത്തിൽ. അതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം. മൂന്നാമത്തെ വ്യാഖ്യാനം, സാമാന്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചവരെ നിങ്ങൾ വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക. നിങ്ങളിപ്പോൾ ചെറിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവാം, അത് പോരാ. കുറച്ചും കൂടി ഉന്നതമായ സുദൃഢമായ നിങ്ങളുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന തെളിവുകളിൽ വിശ്വസിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. നാലാമത്തേത്, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശദമായ തെളിവുകളോടെ വിശ്വസിച്ചവരെ അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണരൂപം നിങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ ഇത് നല്ല വേറെ രസകരമായ ഒരു വ്യാഖ്യാനമാണ്. അതായത് നിങ്ങൾ അള്ളാഹു റസൂലുള്ളാഹികളിലും
കിതാബുകളിലും മലക്കുകളിലും ഒക്കെ വിശ്വസിച്ചവരാണ്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നിങ്ങൾക്ക് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മഹത്വത്തെയും റസൂലുള്ളാഹിയുടെ മഹത്വത്തെയും മലക്കുകളുടെ അവസ്ഥകളെയും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് നിങ്ങളെ ബുദ്ധിക്ക് ത്രാണിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ആമിനു. ആമനു എന്ന് പറഞ്ഞാൽ അല്ലയോ ഇതൊക്കെ വിശ്വസിക്കുന്നവരെ. ആമിനു എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹിനെ കുറിച്ച് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. റസൂലുള്ളാഹിയെക്കുറിച്ച് അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. മലക്കുകളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ വിശ്വസിച്ചോളി, കുഴപ്പമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല നിങ്ങൾ വിശ്വസിക്കണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു. അതുപോലെ തന്നെ മലക്കുകളുടെ അവസ്ഥകളും വേദഗ്രന്ഥങ്ങളുടെ രഹസ്യങ്ങളും നബിമാരുടെ സവിശേഷതകളും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് വിശദമായി എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഒന്നാമത്തെ വിശ്വാസം, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന അർത്ഥത്തിൽ വിശ്വാസം. സംഭവമൊക്കെ ശരിയാണ്, ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് ഇതൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ബുദ്ധിക്ക് എത്തിക്കാൻ പറ്റൂല എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറഞ്ഞതിൻ്റെ സാരം. പിന്നെ അഞ്ചാമത്തെ ഒരു വ്യാഖ്യാനം, യഹൂദ പണ്ഡിതരിൽ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, തീർച്ചയായും ഞങ്ങൾ താങ്കളിലും താങ്കളുടെ ഗ്രന്ഥത്തിലും മൂസായിലും തൗറാത്തിലും ഉസൈറിലും വിശ്വസിക്കുന്നു. മറ്റ് വേദഗ്രന്ഥങ്ങളിലും നബിമാരിലും ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയുന്ന കുറച്ച് ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നു. മറ്റൊന്നും നമുക്കറിയില്ല, അതൊന്നും നമ്മൾ വിശ്വസിക്കൂല എന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും മുഹമ്മദിലും അദ്ദേഹത്തിന് അവതരിച്ച ഗ്രന്ഥത്തിലും ഗ്രന്ഥമായ ഖുർആനിലും അതിനു മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെറിയ വിശ്വാസം ഉണ്ടായ പോരാ, നിങ്ങൾ എന്നിലും വിശ്വസിക്കണം, നബിമാരിലും വിശ്വസിക്കണം, എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം, നിങ്ങൾക്ക് അറിയുന്നോ അറിയാത്തതായിട്ടുള്ള എല്ലാം നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, നമുക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് അവതരിക്കുകയും അവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത്. അങ്ങനെ അവർ വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ കുറേയൊക്കെ വിശ്വസിച്ചല്ല, അങ്ങനെ പോരാ, മുഴുവനായും വിശ്വസിക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പിന്നെ ഒരു വ്യാഖ്യാനം. അപ്പോൾ ഇതൊക്കെ ഈ 5 വ്യാഖ്യാനവും സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങളെ പറ്റിയിട്ടാണ്. അവസാനത്തെ ജൂതന്മാരാണെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിച്ചല്ലോ, അപ്പോൾ മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. ഇനി ഇതിൻ്റെ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം, നിങ്ങൾ വിശ്വസിക്കുക എന്ന വചനം കൊണ്ട് അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളെ അല്ല എന്നൊരഭിപ്രായം. ഈ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ 2 ശാഖകളുണ്ട്. മുസ്ലിങ്ങളല്ല ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അപ്പോൾ രണ്ട് ശാഖകളുണ്ട് അതിന്. ഒന്നാമത്തേത്, ഈ അഭിസംബോധന യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടാണ്. കാരണം അവർ അഹ്ലു കിതാബിൽ വിശ്വസിച്ചവരാണല്ലോ, അഹ്ലു കിതാബിൻ്റെ ആളുകളാണല്ലോ. വേറെ ഗ്രന്ഥങ്ങളൊക്കെ വേറെ നബിമാരൊക്കെ വിശ്വസിച്ചിരുന്നല്ലോ. അപ്പോൾ അവരെയാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. ഇവിടെ കണക്കാക്കപ്പെടുന്ന അർത്ഥം ഇതാണ്: മൂസായിലും തൗറാത്തിലും ഈസായിലും ഇഞ്ചീലിലും വിശ്വസിച്ചവരെ നിങ്ങൾ മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലത്തു വസ്സലാം. നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിലും ഈസാ നബി അലൈഹി സ്വലാമിലും ഒക്കെ വിശ്വസിച്ചവരെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലും വിശ്വസിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ഇത് മുനാഫിക്കീങ്ങളോടാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: കേവലം നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ നിങ്ങൾ പൂർണ്ണമായ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നിങ്ങളെ വിശ്വാസം, മുനാഫിക്കീങ്ങളെ, നിങ്ങളെ വിശ്വാസം എന്താണ്? നാവ് കൊണ്ട് മാത്രമായി പോയിട്ടുണ്ടല്ലോ, അങ്ങനെ ആവരുതേ, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണേ. അള്ളാഹുവിൻ്റെ ഈ വചനം ഇതിന് ശരിവെക്കുന്നു. എന്താണ് അള്ളാഹു പറഞ്ഞത്? മിനല്ലദീന ഖാലു ആമന്ന ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. അവർ ആമന്ന വിശ്വസിച്ചു എന്ന് പറയും അവരുടെ നാവ് കൊണ്ട്, അവരുടെ വായ കൊണ്ട് പറയും. വലം തുഅ്മിനു ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയം അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാവ് കൊണ്ട് വിശ്വസിച്ചവരെ കൽബ് കൊണ്ടും വിശ്വസിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ സാരം എന്നൊരു വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വിശ്വാസത്തിൻ്റെ പദവികളിൽ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പരാമർശത്തെക്കാൾ റസൂലിനെ കുറിച്ചുള്ള പരാമർശത്തിന് മുൻഗണന നൽകിയതും, എന്നാൽ അവിശ്വാസത്തിൻ്റെ പദവികളിൽ ഈ വിഷയത്തെ നേരെ തിരിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുഅ്മിനീങ്ങളെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുന്നത്?
യാ അയ്യുഹല്ലദീന ആമിനു ബില്ലാഹി വറസൂലി എന്ന് പറഞ്ഞു. എന്നാൽ കാഫിരീങ്ങളെ പറ്റി പറയുമ്പോൾ എവിടെ എന്താ പറഞ്ഞത്? ഒമൻ യക്ഫുറു ബില്ലാഹി വ മലായിക്കത്തി. റസൂലൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്താ അങ്ങനെ രണ്ടും അങ്ങനെ ആ ഓർഡർ തെറ്റാനുള്ള കാരണം എന്താ? അതിൻ്റെ ഉത്തരം എന്തുകൊണ്ടെന്നാൽ സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നും സൃഷ്ടിയിലേക്കുള്ള ഇറക്കത്തിൻ്റെ ഘട്ടത്തിൽ റസൂലിനേക്കാളും മുൻഗണന ഗ്രന്ഥത്തിലാകുന്നു. അപ്പം അള്ളാഹുന്ന് താഴേക്ക് വരുമ്പോൾ ആ ഒരു ഓർഡർ നോക്കി നോക്കൂ. അള്ളാഹ്, മലക്ക്, കിതാബ് കഴിഞ്ഞിട്ടല്ല റസൂൽ വരിക. അള്ളാഹ് താഴേക്ക് വരുമ്പോൾ, അള്ളാഹുവിന് താഴോട്ട് വരുമ്പോൾ അള്ളാഹ് മലക്കിലൂടെ കിതാബ് റസൂലിലേക്ക് അയക്കുന്നു. അപ്പം അള്ളാഹുല വിശ്വസിക്കാന്ന് അള്ളാഹ്, മലക്ക്, കിതാബ് അങ്ങനെയല്ല പോവുക. എന്നാൽ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്കുള്ള അത് കയറ്റത്തിൻ്റെ ഘട്ടത്തിലാണ്. ഗന്ധത്തേക്കാൾ മുൻഗണന റസൂലിനാണ്. അത് നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഖുർആനേക്കാളും പ്രാധാന്യം റസൂലിനാണ്. റസൂലുള്ളാഹി വിശ്വാസങ്ങളിൽ വിശ്വസിച്ചാലേ ഖുർആൻ വിശ്വസിക്കാൻ പറ്റൂ. വിശ്വാസങ്ങളിൽ വിശ്വസിച്ചാലേ മലക്കുകളിൽ വിശ്വസിക്കാൻ പറ്റൂ. റസൂലുള്ളാഹി വിശ്വാസങ്ങളിൽ വിശ്വസിച്ചാലേ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ റസൂലിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞിട്ട് കിതാബുള്ള വിശ്വാസം, അത് കഴിഞ്ഞ് വിശ്വാസങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബുള്ള വിശ്വാസം, മറ്റ് നബിമാർക്കുള്ള കിതാബുള്ള വിശ്വാസം. അപ്പോൾ അതൊക്കെ ശേഷം വരുള്ളൂ. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്ന കാര്യം പറയുമ്പോൾ അവിടെ എന്താണ്? അള്ളാഹ്, മലക്ക്, കിതാബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പറയുക. പിന്നെ നബിയിലേക്ക് എത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ നിന്ന് അങ്ങോട്ട് പറയുന്നത് അള്ളാഹു കഴിഞ്ഞ പിന്നെ റസൂലുള്ളാഹി വിശ്വാസങ്ങൾ, പിന്നെ കിതാബ്, മലക്ക് അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ മടക്കം കൂടുതൽ റസൂലുള്ളാഹി വിശ്വാസങ്ങളിലേക്കാണ്. വിശ്വാസങ്ങൾ അവിശ്വസിക്കുന്നത്, വിശ്വാസങ്ങളിലുള്ള വിശ്വാസം അനുസരിച്ചാണ് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നത്. റസൂലുള്ളാഹി വിശ്വാസങ്ങൾക്കുള്ള വിശ്വാസം കുറയുന്നതിനനുസരിച്ചാണ് ഈമാൻ കുറയുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാം. റസൂലുള്ളാഹി വിശ്വാസങ്ങൾ അനന്തരാവകാശികളായ കാമിലീങ്ങളായ അള്ളാഹിൻ്റെ ഖലീഫമാർ, അവരെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് അള്ളാഹിനെക്കുറിച്ച് വിശ്വാസം വർദ്ധിക്കുന്നത്. അവരെ തൊട്ടുള്ള അവിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് അവിശ്വാസം വർദ്ധിക്കുന്നത്. ഇതൊക്കെ നമ്മളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ വരിക. കാരണം നമ്മൾ മുകളിലോട്ടല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ആരെയാണ്? അള്ളാഹിൻ്റെ ഖലീഫനെയാണ്. അള്ളാഹിൻ്റെ ഖലീഫയിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ അള്ളാഹിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു. അള്ളാഹിൻ്റെ ഖലീഫയിലുള്ള വിശ്വാസം കുറയുമ്പോൾ അള്ളാഹിൻ്റെ വിശ്വാസം കുറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇമാം റാജി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. ഇനി വിശ്വാസത്തിൻ്റെ പദവികളിൽ അള്ളാഹുവിലും റസൂലിലും വേദഗ്രന്ഥത്തിലുമുള്ള വിശ്വാസം എന്നിങ്ങനെ 3 കാര്യങ്ങൾ എന്തിനാണ് പരാമർശിച്ചത്? എന്നാൽ അവിശ്വാസത്തിൻ്റെ പദവികളിൽ അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും മുർസലീങ്ങളിലും അന്ത്യദിനത്തിലുമുള്ള അവിശ്വാസം എന്നിങ്ങനെ 5 കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണത്? വിശ്വാസം പറയുമ്പോൾ 3 കാര്യങ്ങളും അവിശ്വാസം പറയുമ്പോൾ 5 കാര്യങ്ങളും വന്നു. എന്താ അങ്ങനെ വരാൻ കാരണം? എന്തിനാ രണ്ടും ഒരുപോലെ പറയായിരുന്നില്ലേ? അതിനുള്ള ഉത്തരം ഇതാണ്. അള്ളാഹുവിലും റസൂലിലും വേദഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസം കരസ്ഥമാക്കുമ്പോൾ അനിവാര്യമായും മലക്കുകളിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം കരസ്ഥമാകുന്നു. കാരണം ചിലപ്പോൾ ഒരു മനുഷ്യൻ താൻ അള്ളാഹുവിലും റസൂലിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നുണ്ടെന്ന് വാദിക്കാം. എന്നിട്ട് അവൻ മലക്കുകളെയും അന്ത്യദിനത്തെയും നിഷേധിക്കുകയും മലക്കുകളെക്കുറിച്ചും അന്ത്യദിനത്തെക്കുറിച്ചും വന്നിട്ടുള്ള അർത്ഥങ്ങളെ മറ്റൊരർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നു എന്നും വാദിക്കുകയും ചെയ്യാം. അതിനാൽ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് മലക്കുകളെ നിഷേധിക്കുന്നവനും അന്ത്യദിനത്തെ നിഷേധിക്കുന്നവനും അള്ളാഹുവിൽ അവിശ്വസിച്ചവനാണെന്ന് അള്ളാഹു സംശയലേശമന്യേ വ്യക്തമാക്കിയത്. അതായത് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിലും വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിലൂടെ മറ്റ് നബിമാരിലും അവർക്കിറങ്ങിയ കിതാബിലും അതുപോലെ മലക്കുകളിലും അന്ത്യദിനത്തിലും ഒക്കെ അവൻ വിശ്വസിക്കും. അതേസമയം അവിശ്വാസിയായ ഒരാൾ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിശ്വസിക്കും, എന്നിട്ട് മറ്റൊന്ന് വിശ്വസിക്കുകയില്ല. അപ്പോൾ ചിലപ്പോൾ മലക്കുകൾ അവൻ നിഷേധിക്കുന്നുണ്ടാവും. മലക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യാഖ്യാനം നൽകുന്നുണ്ടാവും. അന്ത്യനാളിന് അവർ അവിശ്വസിക്കുന്നുണ്ടാവും. അന്ത്യനാൾ എന്ന് പറഞ്ഞില്ല, അതിന് ഒരു വ്യാഖ്യാനമൊക്കെ നൽകിയിട്ട് അവതരിപ്പിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിശ്വാസത്തെ പറഞ്ഞ സ്ഥലത്ത് ഇത് 5 പറഞ്ഞത്. കാരണം അവരെ വാദമനുസരിച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹിനെ വിശ്വസിക്കുന്നു പറയും. പക്ഷേ കിതാബിനെയും ചിലപ്പോൾ അന്ത്യനാളിനെയും ചിലപ്പോൾ മലക്കുകളൊക്കെ അവർ നിഷേധിക്കും. അപ്പോൾ അവർ നിഷേധത്തിൻ്റെ സ്ഥലത്ത് അതൊക്കെ പറയാൻ കാരണം അതാണ്. അപ്പോൾ നമ്മൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക് ഇത് വിശ്വസിച്ചാൽ എല്ലാം വിശ്വസിച്ചു. നിഷേധിക്കുമ്പോൾ അത് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. കാരണം അവിടെ ചിലർ വാദിക്കുന്നവരുണ്ടാവും, ഞാൻ അള്ളാഹിൻ്റെ വിശ്വാസങ്ങളും വിശ്വസിക്കുന്നുണ്ട്, ഇതേ വിശ്വസിക്കാത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ വിശ്വാസം ശരിയല്ല
എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. വേദക്കാർ തൗറാത്തിലും ഇഞ്ചിയിലും അവിശ്വസിക്കുന്നവരായിരുന്നില്ല, മറിച്ച് അവർ രണ്ടിലും വിശ്വസിക്കുന്നവരായിരുന്നു. എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് അവരോട് അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞത്? അപ്പോൾ ഇവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികളോടൊക്കെ നിങ്ങൾക്ക് കിതാബില്ലദീ അൻസല മിൻ ഖബൽ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുമ്പുള്ള കിതാബുകളും വിശ്വസിക്കണമെന്ന്. അപ്പോൾ ഓൾറെഡി ഒരു തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ വിശ്വസിക്കുന്നവരല്ലേ, പിന്നെന്താ അതിൻ്റെ മുമ്പുള്ള കിതാബും വിശ്വസിക്കണമെന്ന് പറയാൻ കാരണം? ഇതിനുള്ള മറുപടി രണ്ട് രീതിയിൽ വ്യക്തമാകുന്നത്. ഒന്ന്, അവർ രണ്ട് ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ അവരോട് കൽപ്പിക്കപ്പെടുമായിരുന്നു. അപ്പോൾ തൗറാത്തും ഇഞ്ചിയിലും മാത്രമേ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുമ്പ് ജബൂർ ഉണ്ട് എന്നുള്ളതോ ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതോ അതൊന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും മറ്റു ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന അവരുടെ രീതി ഒരിക്കലും ശരിയല്ല. കാരണം വിശ്വാസത്തിലേക്കുള്ള അടിസ്ഥാന മാർഗം മോചിതത്താണ്. ഒരു ദൃഷ്ടാന്തം എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെ ചില ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നത് ആ ദൃഷ്ടാന്തത്തെ തന്നെ നിഷേധിക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും തുല്യമാണ്. അങ്ങനെ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയിൽ ഒന്നിനെയും സത്യപ്പെടുത്തുക എന്നത് അസാധ്യമായിരിക്കും. അള്ളാഹുവിൻ്റെ ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അത് അള്ളാഹ് പറഞ്ഞത്, വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫിറു ബിബഅദ് യുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂൻ ഹഖ. അവർ പറയുന്നു, ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു, അതിനിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് വിശ്വാസികൾ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കിതാബിനെ നിഷേധിച്ചാൽ, ഏതെങ്കിലും ഒരു നബിനെ നിഷേധിച്ചാൽ, അപ്പോൾ ആ നബിനെയും കിതാബിനെയും അതിൻ്റെ അടിസ്ഥാനത്തെയാണ് അവർ നിഷേധിക്കുന്നത്. അതായത് ആ കിതാബ് അള്ളാഹുവിൻ്റെ മോചിതത്തോണ്ട് വന്നതല്ലേ. ആദം നബി അലൈഹി സ്വലാമിനോ ശീസ് നബിക്കോ നൂഹ് നബിക്കോ ഒക്കെ അള്ളാഹു നൽകിയ ഏടുകളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് കൊടുത്ത ദബൂർ അത് നിഷേധിച്ചു എന്ന് കരുതാം. അപ്പോൾ അള്ളാഹു ദാവൂദ് നബിക്ക് കൊടുത്തൊരു മോചിതത്തിനെയാണ് നിഷേധിക്കുന്നത്. മോചിതത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് മനസ്സിലാക്കാം? ബാക്കിയുള്ളതൊക്കെ മുജിദത്ത് നിന്നുണ്ടായതല്ലേ, ആ ബാക്കിയുള്ളതിനൊക്കെ നിഷേധിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അടിസ്ഥാനത്തിനാണ് അവർ നിഷേധിക്കുന്നത്. ആ ഗ്രന്ഥത്തെ അവിശ്വസിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാകുന്ന മോചിദത്തിനെ അവിശ്വസിക്കുന്നു. അപ്പോൾ അത് അവിശ്വസിച്ചാൽ പിന്നെ മറ്റേതൊന്നും വാലിഡിറ്റി ഇല്ല. കാരണം മറ്റതൊക്കെ നിലനിൽക്കുന്നത് തൗറാത്താവട്ടെ ഇഞ്ചീലാവട്ടെ പരിശുദ്ധമായ ഖുർആനാവട്ടെ ഇതൊക്കെ നിലനിൽക്കുന്ന മോചിദത്ത് കൊണ്ടാണ്. അപ്പം ഒരു മോചിദത്തിനെ നിഷേധിച്ചാൽ മറ്റെല്ലാ മോചിദത്തും നിഷേധിക്കപ്പെടും. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയത്തിലും. നമ്മൾ ഏതെങ്കിലും ഒരു വലിയനെ അംഗീകരിക്കും, ബാക്കിയുള്ളവരൊന്നും ഔലിയാക്കന്മാരല്ല എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ അറിയാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷേ എല്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. കാരണം അള്ളാഹു അദ്ദേഹത്തെ വലിയ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ അടിസ്ഥാന ദൃഷ്ടാന്തത്തെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും അത് ബാധകമാവും. ഞാൻ ഇന്ന വലിയൻ്റെ ആളാന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അള്ളാഹു തൻ്റെ റസൂലിനെ അവൻ അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നസ്സല എന്ന് പറഞ്ഞതും അതിനു മുമ്പ് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അൻസല എന്നും വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചത്? അപ്പോൾ നസ്സല അല റസൂലിഹി വ അൻസല മിൻ ഖബൽ എന്ന് പറഞ്ഞല്ലോ. നസ്സല അൻസല രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? ഇതിനുള്ള ഉത്തരം അൽ കശാഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് പറയുന്നു. കാരണം ഖുർആൻ 20 വർഷങ്ങളിലായി പല ഭാഗങ്ങളായും ഘട്ടം ഘട്ടമായാണ് അവതരിപ്പിച്ചത്. എന്നാൽ അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ അവതരണ രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പം ഖുർആൻ 20 വർഷങ്ങളിലായി ഇങ്ങനെ ഭാഗമായിട്ട് ഓരോ ആയത്തായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും അങ്ങനെയല്ല. അത് ഒരൊറ്റ കിതാബം കൊണ്ട് നൽകുകയാണ്. പിന്നെ അതുമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ദാവത്ത് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നതല്ല. മൂസാ നബി അലൈഹി സ്വലാമിനും മറ്റു നബിമാർക്കൊക്കെ കിട്ടിയതിൻ്റെ ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അള്ളാഹു നേരെ കൊടുത്തതാണ്. ആ കൊടുത്ത കാര്യം ഉപയോഗിച്ചിട്ടാണ് പിന്നെ അവർ അള്ളാഹു നൽകിയ കിതാബാണെന്ന് പ്രചരിപ്പിക്കുന്നത്, ദാവത്ത് നടത്തുന്നത്. പക്ഷേ റസൂലുള്ളാഹികൾ അങ്ങനെ ആയിരുന്നില്ല. തങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ആയത്തുകൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് നസ്സല എന്ന റസൂലുള്ളാഹികളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് മറ്റ് കിതാബുകളെ പറ്റി പറയുമ്പോൾ അൻസല എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി ബറൂസുഫി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം.
ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ മലക്കിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ മുർസലീങ്ങളിലും അന്ത്യദിനത്തിലും അവിശ്വസിക്കുന്ന പക്ഷം, അതായത് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അവിശ്വസിച്ചാൽ, കാരണം ഇതിൽ ചിലതിലുള്ള അവിശ്വാസം എല്ലാത്തിലുമുള്ള അവിശ്വാസത്തിന് തുല്യമാണ്. ഇവയിലെല്ലാം വിശ്വസിക്കാനുള്ള കൽപ്പന അള്ളാഹു എങ്ങനെയാണ് ആദ്യം നൽകിയതെന്ന് താങ്കൾ കാണുന്നില്ലേ? അതുപോലെ അവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മലക്കുകളെയും അന്ത്യദിനത്തെയും കൂടുതൽ എടുത്തു പറഞ്ഞതും താങ്കൾ കാണുന്നില്ലേ? കാരണം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അവിശ്വസിച്ചാൽ തന്നെ ഒരിക്കലും ഒരാളുടെ വിശ്വാസം യഥാർത്ഥമാവുകയില്ല. ഇവിടെ വേദഗ്രന്ഥങ്ങളെയും മുർസലീങ്ങളെയും ബഹുവചന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിലോ റസൂലിലോ അവിശ്വസിക്കുന്നത് അവയെല്ലാത്തിലുമുള്ള പൂർണ്ണമായ അവിശ്വാസമാണ്. മുമ്പ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഗ്രന്ഥത്തെ പരാമർശിക്കുന്നതിന് മുമ്പ് റസൂലിന് മുൻഗണന നൽകിയത് ആ ഗ്രന്ഥം റസൂലിന് അവതരിക്കപ്പെട്ടു എന്ന പരിഗണനയിലാണ്. എന്നാൽ ഇവിടെ മുർസലീങ്ങളെക്കാൾ മലക്കുകൾക്കും ഗ്രന്ഥങ്ങൾക്കും മുൻഗണന നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മുർസലീങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനും അവൻ്റെ ഇടയിലുമുള്ള ഇടനിലക്കാരനാണല്ലോ മലക്കുകൾ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മലക്കുകൾ വീണ്ടും പറഞ്ഞത്? ഈ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നതിൽ അള്ളാഹുവിനും റസൂലിനും ഇടയിലുള്ള ഇടനിലക്കാരാണ് മലക്കുകൾ എന്ന അർത്ഥത്തിലാണ്. തീർച്ചയായും അവർ ബഹുദൂരം വൈപേച്ചു പോയിരിക്കുന്നു. അതായത് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും അവർ വളരെ അകന്നു പോയിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും നേർവഴിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം അവർ പേച്ചു പോയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലുകളിലും ഗ്രന്ഥങ്ങളിലും മലക്കുകളിലൊക്കെ വിശ്വസിക്കാൻ പേവ് സംഭവിച്ച ആൾക്കാർ ഒരിക്കലും നന്നാവാത്ത രൂപത്തിൽ പേച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇസ്മായിൽ ഹക്ക് ബുറോസഫി തങ്ങൾ തന്നെ റൂഹുൽ ബയാനിൽ തുടർന്ന് പറയുന്നത് കാണാം. കാലു, പണ്ഡിതന്മാർ പറഞ്ഞു, അവ്വലമാ യജിബു അലൽ മർഇ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആദ്യം നിർബന്ധമാകുന്നത് മഅരിഫത്തു മൗലാഹു, അവൻ്റെ യജമാനനെ, അവൻ്റെ നാഥനെ അറിയലാണ്. ഐ യജിബു അലാ കുല്ലി ഇൻസാൻ, അതായത് എല്ലാ മനുഷ്യനും അത് നിർബന്ധമാണ്. അവൻ്റെ നാഥനെ അറിയൽ എല്ലാ മനുഷ്യനും നിർബന്ധമാണ്. ഐ യസ്ആ ഫി തഹ്സീലി മഅരിഫത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ എത്തിച്ചേരാനുള്ള പരിശ്രമം ചെയ്യുക എന്നത് എല്ലാ മനുഷ്യനും നിർബന്ധമായ ഒരു കാര്യമാണ്. എങ്ങനത്തെ പരിശ്രമം? ബിദ്ദലീൽ വൽ ബുർഹാൻ, തെളിവുകളുടെയും ദൃഷ്ടാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും, അങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹുലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്, അള്ളാഹു ഉണ്ട് എന്നുള്ളതിൽ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായ കാര്യം. ഏതൊരു വസ്തുവിൻ്റെയും പിന്നിൽ അള്ളാഹു ഉണ്ടാകും, ഏതൊരു വസ്തുവിനും സൃഷ്ടാവ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള കാര്യത്തിൽ മനസ്സിലാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് എത്തൽ ഏതൊരു മനുഷ്യനും നിർബന്ധമായ കാര്യമാണ്. പക്ഷേ ഫൈന്ന ഈമാനുൽ മുഖല്ലിദി വൈൻ ഖാന സ്വഹീഹൻ ഇന്ദ ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വീക്ഷണ പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം, ഒരാൾ ഈ ദലീലൊന്നും നോക്കാതെ ഒരാളെ വിശ്വസിച്ചിട്ട് ഒരാളുടെ വിശ്വാസത്തെ നേരെ വിശ്വസിച്ചു എന്ന് കരുതാം. ഇതിൻ്റെ തെളിവുകളൊന്നും അവർക്ക് അറിയില്ല, നേരെ അവ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ വിശ്വസിച്ചു. അങ്ങനെയുള്ള കാര്യം സഹീഹാണെങ്കിലും, അതായത് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചു, ഒരാൾ റസൂലുള്ളാഹിയെ വിശ്വസിക്കുന്നു, അള്ളാഹുൽ വിശ്വസിക്കുന്നു ഒക്കെ പറയുന്നത് എന്താ? ഒരു തെളിവുമില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഇന്ന ആൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നർത്ഥ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വീക്ഷണ പ്രകാരം ശരിയാണെങ്കിലും, ലാക്കിൻ യകൂനു ആസിമൻ ബിത്തറഖിൻ നദർ വസ്തിദ്ലാൽ, അവൻ ഗവേഷണവും പഠനവും ഒക്കെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ എന്താവും? തെറ്റുകാരനായി മാറും. അതായത് ഈ ദീനിനെ പഠിക്കുന്നതിന് അവൻ വീഴ്ച വരുത്തി, അവൻ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്നതിന് വീഴ്ച വരുത്തി എന്ന അടിസ്ഥാനത്തിൽ, അതിൻ്റെ പരിശ്രമം അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അവൻ തെറ്റുകാരനായി മാറും. ഒരാളെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുന്നത് ശരി തന്നെയാണ്, അത് മതി ഈമാനിനെ. പക്ഷേ അങ്ങനെ ഈമാൻ വെച്ചാലും അവൻ തെറ്റുകാരനാവും. കാരണം എന്താ? അവൻ്റെ ബാധ്യതയാണ്, അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് അവന് പരിശ്രമം നടത്തുക, ഇതിൻ്റെ തെളിവുകളിലൊക്കെ നോക്കിയിട്ട് പരിശ്രമം നടത്തുക, എന്നിട്ട് ആ ഈമാൻ ഉറപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവ്വലുൽ അംരി ഹുവ ഹുജ്ജത്ത് വൽ ബുർഹാൻ, ഒന്നാമതായിട്ടുള്ള ഈ പരിശ്രമം എന്ന് പറയുന്നത് നമുക്ക് തെളിവുകളുടെയും സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പരിശ്രമം.
അള്ളാഹുവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ ശ്രമിക്കുക. പരിശുദ്ധമായ ഖുർആനെ പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിതത്തെ പഠിക്കുക, എന്നിട്ട് ദീനിനെയും അള്ളാഹുവിനെയും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാരിഫത്ത്, അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പരിശ്രമിക്കലും നമുക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു. പരിശ്രമിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ആ പരിശ്രമത്തിൻ്റെ 3 ഘട്ടങ്ങൾ വിവരിക്കുക. ഒന്നാമത്തെ ഘട്ടം എന്താ? അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഘട്ടം. സുമ്മൽ മുഷാഹദത്തു വൽ ഇയാൻ. രണ്ടാമത്തെ ഘട്ടം എന്താ? അള്ളാഹുവിനെ നേരിട്ടുള്ള കാഴ്ച കൊണ്ടും സാക്ഷ്യം വഹിക്കൊണ്ടും സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ശരിക്കും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹിനെ സ്ഥിരപ്പെടുത്തുക. അതിന് നമ്മൾ പരിശ്രമിക്കണം. മൂന്നാമത്തെ ഘട്ടം എന്താ? സുമ്മൽ ഫനാ വൻ സിവർ റഹ്മാൻ. റഹ്മാൻ അല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, ഹക്കല്ലാത്ത എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ വജൂദ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങലാണ്. ഇത് 3 നമുക്ക് അത്യാവശ്യമാണ്. ഈ 3 ഉണ്ടെങ്കിലേ ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ചു എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ 3 ഒരാൾക്ക് നിർബന്ധം. ഇതിൽ മൂന്നിലും വ്യത്യസ്ത രൂപത്തിലുള്ള പരിശ്രമങ്ങളാണ് ആവശ്യം. അപ്പോൾ ഈ പരിശ്രമങ്ങളൊക്കെ ഒരു മനുഷ്യന് നിർബന്ധമാണെന്ന് സാരം. ഒന്നാമത്തത് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ സ്ഥിരപ്പെടുത്തുന്നത്. രണ്ടാമത്തത് അനുഭവജ്ഞാനത്തിലൂടെ സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തത് അള്ളാഹു അല്ലാത്ത എല്ലാം ഒഴിവാക്കി അള്ളാഹുൽ ഫനാ എന്നതിലൂടെ സ്ഥിരപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ശരീഅത്തിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തലാണ്. രണ്ടാമത്തത് ത്വരീഖത്തിൻ്റെ സ്ഥിരപ്പെടുത്തലാണ്. മൂന്നാമത്തത് ഹഖീഖത്തിൻ്റെയും മാരിഫത്തിൻ്റെയും സ്ഥിരപ്പെടുത്തലാണ്. ഇത് മൂന്നും കൊണ്ട് അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തൽ, അള്ളാഹുവിലുള്ള ഈമാൻ നമ്മൾ വർദ്ധിപ്പിക്കൽ ഓരോ മനുഷ്യനും നിർബന്ധമാണ്. ഫൽ മർത്തബത്തുൽ അവാമി ഫിൽ ഈമാൻ. ഈമാനിൽ സാധാരണക്കാരായ ആളുകളുടെ മർത്തബ എന്ന് പറയുന്നത് മാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. മുസ്ലിമീങ്ങളുടെ സാധാരണക്കാരുടെ ഈമാൻ എന്താ? അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അൻ തുഅ്മിന ബില്ലാഹി വൽ മലായികത്തി. അള്ളാഹുലും അവൻ്റെ മലക്കലും വിശ്വസിക്കലാണ്. വഖുതുബിഹി വറസുലി, അവൻ്റെ കിതാബുകളിലും മുർസലീങ്ങളിലും വിശ്വസിക്കലാണ്. വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള വിശ്വസിക്കലാണ്. വൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിലും നരകത്തിലുള്ള വിശ്വാസമാണ്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി, ഖൈറും ഷർറും ഒക്കെ അള്ളാഹിൻ്റെ ഖദറിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കലുമാണ്. ഓ ഇമാനുൽ ഐബി, ഇത് ഐബിലുള്ള വിശ്വാസം. ഇതൊന്നും നമുക്ക് അറിയില്ല. ഐബിലുള്ള വിശ്വാസമാണിത്, മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസമാണ്. ഈ മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസമാണ് സാധാരണക്കാരുടെ വിശ്വാസം. യുഅ്മിനൂന ബിൽ ഗൈബ് എന്നുള്ള പറഞ്ഞല്ലോ, മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നവർ. ഇതൊക്കെ നമുക്കറിയില്ല. നമ്മൾ അള്ളാഹിനെ കണ്ടിട്ടില്ല, മലായികത്തിനെ കണ്ടിട്ടില്ല, കിതാബുകളുടെ സ്രോതസ് അറിയില്ല, വിശ്വാസങ്ങളെ കണ്ടിട്ടില്ല, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാന്ന് അറിയില്ല, സ്വർഗ്ഗം അറിയില്ല, നരകം അറിയില്ല, ഹൈറും ഷർറും അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വരുന്നത് ഒന്നും നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ഗൈബായിട്ട്, ഇതൊക്കെ നമുക്ക് മറഞ്ഞ കാര്യങ്ങളാണ്, എന്നാൽ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മർത്തബ ഉണ്ട്. എന്താ? മർത്തബത്തുൽ ഖവാസിഫിൽ ഈമാൻ, ഈമാനിലുള്ള പ്രത്യേകക്കാരുടെ മർത്തബ. ഹുവ ഈമാനുൽ അയ്യാനി, അത് അനുഭവത്തിലൂടെ കണ്ടുകൊണ്ടുള്ള ഒരു ഈമാനാണ്, സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഈമാൻ. വഖാന ദാലിക ബിഅന്നല്ലാഹ്, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇദാ തജല്ല ലി അബ്ദിഹി ബിസിഫത്തിൻ മിൻ സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ നിന്ന്, അള്ളാഹിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശേഷണത്തിലൂടെ അള്ളാഹു ആ അടിമൻ്റെ മുമ്പിൽ വെളിവാവും. ഖലാലഹു ജമീഉ അജ്സാ വജൂദി, അങ്ങനെ വെളിവാകുന്നതിലൂടെ, അത് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ മുഴുവൻ സൃഷ്ടികളും അവന് മുമ്പിൽ കീഴ്പ്പെടും. അള്ളാഹിൻ്റെ തജല്ലി കാണുമ്പോൾ എല്ലാത്തിലും അവൻ അള്ളാഹിൻ്റെ തജല്ലി കാണും. ആ ഒരവസ്ഥ ഉണ്ടായിത്തീരും. വാമന ബികുല്ലിയത്തി ഇയാനൻ, അങ്ങനെ എല്ലാത്തിനെയും അവൻ കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ആത്മീയമായ ഉൾക്കാഴ്ച കൊണ്ട് അവൻ ഇങ്ങനെ കാണുന്നുണ്ടാവും എല്ലാത്തിനെയും അള്ളാഹിൻ്റെ തജല്ലിയായിട്ട്. ഇവിടെ വേറെ ഒന്നിനെയും കാണുന്നു, അള്ളാഹിൻ്റെ തജല്ലിയായിട്ട് മാത്രം കാണുന്നൊരവസ്ഥ ഉണ്ടാവും. ബാദമാ ഖാന യുഅ്മിനു ഖൽബഹു ബിൽ ഗൈബ്, ഈ സംഭവം ഉണ്ടാവുന്ന എപ്പോഴാണ്? ആദ്യം അവൻ്റെ കൽബ് ഗൈബിൽ വിശ്വസിക്കുന്നത് നേടിയതിന് ശേഷം. ആദ്യം അവൻ്റെ സാധാരണക്കാരുടെ വിശ്വാസം എന്താ? ഗൈബിലാണ് വിശ്വസിക്കുന്നത്, മറഞ്ഞ കാര്യത്തിൽ. ഇതുമായിട്ട് ഒരു ബന്ധം അവനില്ല, പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു, മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നു. വനഫ്സുഹു തക്ഫറു ബിമാ ആമന ബിഹി ഖൽബുഹു, അവൻ്റെ കൽബ് എന്താണോ വിശ്വസിക്കുന്നത് അവൻ അതിനെ അവൻ്റെ നഫ്സ് അവിശ്വസിക്കുകയും ചെയ്യുന്നു. സാധാരണ മുസ്ലിമീങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ.
അള്ളാഹുവും റസൂലുള്ളാഹികളിലും കിതാബിലും എല്ലാത്തിലും അവൻ വിശ്വസിക്കുന്നുണ്ട്, കൽബുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നഫ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നഫ്സ് അതിന് കുഫർ, നഫ്സ് അതിനെ അവിശ്വസിക്കുന്നുണ്ട്, കൽബ് അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അവൻ്റെ അവസ്ഥ. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവനെന്ത് ചെയ്യും? അവന് ഇതൊക്കെ അവൻ്റെ കൽബ് കൊണ്ട് അവന് ഈ നഫ്സ് അതിനെ അവിശ്വസിച്ചതിനെ വീണ്ടും വിശ്വസിക്കുന്ന, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുന്നത്? അവൻ ചുറ്റുപാടുകളിലും എല്ലാത്തിലും അള്ളാഹിൻ്റെ തജല്ലി കാണാൻ തുടങ്ങുമ്പോഴാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ എല്ലാത്തിലും അവൻ അള്ളാഹിനെ കാണാൻ തുടങ്ങും. ഇദാ കാനത്തിൽ നഫ്സു അൻ നസമിർ റവാഇഹിൽ ഐബ് ബിൽ മഅസിൽ, ഈ ഐബിൻ്റെ മറഞ്ഞ ലോകത്ത് നിന്ന് പിന്നെ ഒരു കാറ്റടിച്ചു പോകുമ്പോൾ ഈ നഫ്സ് അങ്ങനെ അതിൽ പാറിപ്പോവും. ഈ സ്വന്തം നഫ്സ് ഈ മറഞ്ഞ ലോകത്തു നിന്നുള്ള ഒരു കാറ്റടിച്ചിട്ട് അതിങ്ങനെ പാറിപ്പോവും. ആ ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. ഏതുപോലെ ഫലമ്മ തജല്ലൽ ഹഖ്ഖുലി ജബലിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെളിവായതുപോലെ ജാലഹു ദക്കൻ, അപ്പം എന്ത് ചെയ്തു? ആ പർവ്വതം തവിടുപൊടിയായി. വഹറ മൂസൻ നഫ്സു സഈഖൻ, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നഫ്സ് അപ്പോൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു. വന്നഫ്സു ഫീ ഹാദൽ മഖാമി തകൂനു ബിമൻസിലത്തി മൂസ, ഈ ഒരു ഘട്ടത്തിൽ നഫ്സ് എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഫലമ്മ അഫാഖ ഖാല, അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ഉണർന്നപ്പോൾ പറഞ്ഞത് തുബ്തു ഇലൈക വാന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. വാന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനീങ്ങളിൽ ആദ്യക്കാരനാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്നവരിൽ ആദ്യക്കാരനാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇതൊക്കെ അവൻ്റെ നാവിലുള്ള വിശ്വാസം മാത്രമാണ്. അത് അവൻ്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പക്ഷെ അവൻ്റെ നഫ്സ് അതിനെ അനുവദിക്കുന്നില്ല. നഫ്സ് അതിനോട് പോരാടുകയാണ്, അതിനെ അവിശ്വസിക്കുകയാണ്. അപ്പോൾ അവൻ ആത്മീയമായി യാത്ര ചെയ്ത് പിന്നെ അള്ളാഹിൻ്റെ തജല്ലി എല്ലാത്തിലും കാണുന്നൊരവസ്ഥയിലേക്ക് അവൻ വരും. അപ്പോൾ ആ ഗൈബിയായ ലോകത്തുനിന്ന് അവൻ്റെ ഈ നഫ്സിനെ അതിങ്ങനെ കാറ്റത്ത് പറത്തും. പിന്നെ നഫ്സിന് അവിശ്വാസം ഉണ്ടാവില്ല, കാരണം അവൻ കാണുന്നുണ്ടല്ലോ. ഓനെന്താണോ അവൻ്റെ ബുദ്ധിയിൽ വിശ്വസിച്ചത്, ആ വിശ്വസിച്ചതിനെ അവൻ അനുഭവിച്ചറിയുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവന് അവിശ്വാസമൊന്നുമില്ല. അതിന് ഉദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കാണാൻ ചോദിച്ചപ്പോൾ പർവ്വതത്തിലേക്ക് അള്ളാഹിൻ്റെ തജല്ലി ഇറങ്ങിയപ്പോൾ പിന്നെ പർവ്വതം തവിടുപൊടിയായതും മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണതും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണത് അത് നമുക്ക് നഫ്സിനോട് ഉദാഹരണപ്പെടുത്താം. കാരണം നഫ്സാണ് അവിടെ ബോധരഹിതനായി വീണത്, നഫ്സാണ് അവിടെ ഇല്ലാണ്ടായത്. അപ്പോൾ അള്ളാഹിൻ്റെ തജല്ലി വെളിവായപ്പോൾ നഫ്സ് ഇല്ലാണ്ടായി. പിന്നെ എഴുന്നേറ്റപ്പോൾ അവൻ ആ നഫ്സ് പറയാൻ തുടങ്ങി, ഞാൻ തൗബ ചെയ്യുന്നു, ഇപ്പം എനിക്കൊക്കെ വിശ്വാസമായി എന്ന് പറയുന്നൊരവസ്ഥയാണത്. മർത്തബത്തുൽ അഖസ്, ഏറ്റവും ഉന്നതരായ ആൾക്കാരുടെ മർത്തബ. ഇതിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലെ ആളുകളുടെ മർത്തബയാണ് പറഞ്ഞത്. ഒന്നാമത്തെ സാധാരണക്കാർ, രണ്ടാമത്തത് പ്രത്യേകക്കാർ. ഇത് പ്രത്യേകക്കാരായിട്ടുള്ള ഏറ്റവും ഉന്നതരായ ആളുകളുടെ മർത്തബ എന്താ? ഫിൽ ഈമാൻ, ഈമാനിലുള്ളവരുടെ മർത്തബ ഹുവ ഈമാനുൻ ഐനിയുൻ, അത് സത്തയിലുള്ള ഈമാനാണ്, ഹഖീഖത്തിലുള്ള ഈമാനാണ്. വദാലിക ബഅദ റഫഉൽ ഹുജുബുൽ അനാനിയ, അതെപ്പോഴാണ് ഉണ്ടാവുക? അനാനിയത്തിൻ്റെ, ഞാൻ എന്ന ഭാവത്തിൻ്റെ മറ പൂർണ്ണമായും അവനിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ, ഞാനുണ്ട്, ഞാൻ എന്നുള്ള ചിന്ത അവനെ കാണുന്നൊരവസ്ഥ പൂർണ്ണമായും അവനിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ മാത്രമാണ് അത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ അവസ്ഥയിൽ അവൻ തജല്ലിനെ കാണുന്നുണ്ട്, അപ്പോൾ അവനെയാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ അന എന്ന് പറയുന്ന ഒരവസ്ഥ പൂർണ്ണമായി ഇല്ലാണ്ടാവണം. എങ്ങനെ അത് ഇല്ലാണ്ടാവാം? ബിസതവാതി തജല്ലി സിഫത്തുൽ ജലാൽ, അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ തജല്ലി അവൻ്റെ മുകളിൽ അടിക്കുമ്പോൾ ആണ് ഇല്ലാണ്ടാവുന്നത്. സാധാരണ നമ്മൾ ഔറാദ് തർബിയൊക്കെ ചെല്ലുന്ന ആളുകൾ ഫനാഹിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവർക്ക് കൂടുതലും അള്ളാഹുവിൻ്റെ ഫനാഹിനെ അനുഭവപ്പെടുന്നത് അള്ളാഹിൻ്റെ ജലാലിൻ്റെ വെളിപാടുണ്ടാവുമ്പോൾ, അവനെ അള്ളാഹു തകർക്കുമ്പോൾ ആ തകർച്ചയിൽ ആണ് പലപ്പോഴും അവൻ എന്ത് ചെയ്യുന്നത്?
ഒന്നുമില്ല എന്നുള്ള ഫീലിംഗ് വരുന്നത്. എൻ്റെ ഒന്നുമില്ല, അല്ലാതെ ജമാലിലല്ല. പലപ്പോഴും അള്ളാഹിൻ്റെ ജലാലിയത്തിൻ്റെ ഒരു അടി അവന് കിട്ടുമ്പോഴാണ് അവനെ തന്നെ മറക്കുന്നത്. അപ്പോൾ ആ അനാനിയത്ത് അവനിൽ നിന്ന് ഒഴിവാവണമെങ്കിൽ അള്ളാഹിൻ്റെ ജലാലിയത്തിൻ്റെ അടി അവന് കിട്ടണം. അപ്പോൾ അള്ളാഹിൻ്റെ ആ ജലാലിയത്തിൻ്റെ അടി കിട്ടുമ്പോൾ അവൻ അനാനിയത്തിനെ മറക്കും. പലപ്പോഴും ഇത് തർബിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആത്മീയമായ യാത്രയിൽ അവർക്ക് ഫത്ഹ് എത്താത്തത്, ആ ഘട്ടങ്ങൾ കടന്നു പോകാൻ പറ്റാത്തതും ഈ പ്രശ്നം കൊണ്ടാണ്. ഈ ജലാലിയത്തിൻ്റെ തജല്ലി അവരിൽ വരുമ്പോൾ അവർ പിന്മാറും. ഇനി വേണ്ട, എന്താ എനിക്ക് പ്രശ്നം, ആകെ പ്രശ്നത്തിലാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാറും. യഥാർത്ഥത്തിൽ അവിടെ ആ തജല്ലി വെളിവാവുമ്പോൾ അവർ ഇത് അള്ളയാണ് വെളിവായെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ആക്സെപ്റ്റ് ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അള്ളാഹിനെ അറിയും. പകരം എന്ത് ചെയ്യും? അവർ അതിൽ നിൽക്കൂല. അവിടെ ആകെ കരഞ്ഞ് പിഴിഞ്ഞ് അല്ലോ എന്താണ് എനിക്ക് അങ്ങനെ ഞാൻ ഇതൊന്നൊക്കെ ഒഴിവാക്കുക, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയാണ് വരിക. അതേസമയം അവിടെ ആ ജലാലിയത്തിൻ്റെ വെളിപാടുണ്ടാവും. ഇത് അള്ളാഹ് എനിക്ക് തരുന്നതാണ്, അള്ളാഹിലേക്കുള്ള ഡോറ് തുറന്നു തരികയാണ് എന്ന് മനസ്സിലാക്കി. കാരണം എല്ലാ ആശകളും നശിക്കുമ്പോഴല്ലേ അള്ളാഹിലേക്ക് മടങ്ങുന്ന ഒരാൾ. പലപ്പോഴും നമ്മളെ അള്ളാഹുവിൽ നിന്ന് മറയിട്ട് കിടക്കുന്നത് നമ്മളുടെ ആശ്രയത്വമാണ്. നമ്മൾ വേറെ നിനക്ക് ആശ്രയിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ബന്ധങ്ങളെ ആശ്രയിക്കും, ചിലപ്പോൾ നമ്മളെ സമ്പത്തിനെ ആശ്രയിക്കും, സ്നേഹത്തിനെ ആശ്രയിക്കും. ഇവിടെ വേറെ എന്തൊക്കെയോ ആശ്രയങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാവും. അപ്പോൾ ഈ ആശ്രയങ്ങളൊക്കെ തകരുന്ന സമയത്താണ് പലപ്പോഴും എനിക്കിനി ആരുമില്ല, റബ്ബ് മാത്രമേ ഉള്ളൂ, എൻ്റെ അമലുകൾ പോലും ഞാൻ പോലും ഇല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ ഉയരുള്ളൂ. അപ്പോൾ ഈ ഒരു ജലാലിയത്തിൻ്റെ അടി അവന് കിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും ഹക്കീക്കത്തിലായിട്ടുള്ള ഈമാൻ അവൻ അറിയണമെന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം? ഈ ജലാലിയത്തിൻ്റെ അടി അവന് കിട്ടണം. സാധാരണഗതിയിൽ അങ്ങനെയാണ് കിട്ടുക. ആ കിട്ടുന്ന സമയത്താണ് അവൻ്റെ അനാനിയത്ത് പോവുക. അവൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ എന്നുള്ള ചിന്ത അവന് ഒഴിവാവുന്നത് അതുപോലെയാണ്. അപ്പോൾ ഏതുപോലെ നമ്മൾ മക്കളൊക്കെ ഒന്നിങ്ങനെ എന്താണ് എന്നോട് ഇങ്ങനെ കളിക്കാൻ എന്നോടൊക്കെ നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അഭിമാനമില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ എഴുന്നേറ്റ് നിന്നാൽ വടിയെടുത്ത് രണ്ടെണ്ണം കൊടുത്തു നോക്കിയേ. അപ്പോൾ സോറി ഞാൻ അങ്ങനെ ചെയ്യൂല ഒക്കെ ഓരോ അനാനിയത്തൊക്കെ അപ്പോൾ അതോടുകൂടി ഇല്ലാണ്ടായിട്ടുണ്ടാവും. ആ ഒരു അർത്ഥത്തിൽ നമ്മളെ കാണുന്നത് ഉണ്ടായതിൻ്റെ പേരിലാണ് നമുക്ക് അള്ളാഹിനെ അറിയാത്തത്. അപ്പോൾ അള്ളാഹു നല്ല ആ ജലാലിൻ്റെ വടി കൊണ്ട് നല്ല അടിയടിക്കുമ്പോൾ നമുക്കിങ്ങനെ ശരിയായാൽ നമുക്ക് അള്ളാഹിലേക്കുള്ള യാത്ര എളുപ്പവും. അപ്പോൾ ഫൈദ അഫ്നാഹു അൻഹു ബി സിഫത്തുൽ ജലാൽ, ഈ ജലാലിൻ്റെ സിഫത്ത് കൊണ്ട് അവൻ അള്ളാഹുൽ ഫനാവും. യുബ്ഖീഹി ഫി സിഫത്തുൽ ജമാൽ, എന്നിട്ട് ആ ജലാലിൽ മാത്രം അള്ളാഹു അവശേഷിപ്പിക്കില്ല. അള്ളാഹു അവനെന്ത് ചെയ്യും? അവനെ ബക്കായിലേക്ക് കൊണ്ടുവരും ജമാലിലൂടെ. അപ്പോൾ അതുവരെ അവന് ഇപ്പോൾ എനിക്കെത്രയോ എക്സാമ്പിളുകൾ അറിയാം. നമ്മൾ ജമാഅത്തിൽ തന്നെ ത്വരീഖത്ത് എന്താണെന്ന് അറിയാത്ത, തർബിയത്ത് എന്താണെന്ന് അറിയാത്ത പല ആൾക്കാർക്കും ഫത്ഹ് മാരിഫത്തൊക്കെ പെട്ടെന്ന് എളുപ്പമായത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നുമില്ല ബാക്കി. എനിക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഞാൻ ആരും നോക്കാനില്ല, ഞാൻ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന സമയത്തൊക്കെ അവരിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അള്ളാഹ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് എളുപ്പമായി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു അങ്ങനെ തന്നെ അവരെ വെക്കുമോ? ഇല്ല. അവർ പിന്നെ അള്ളാഹിൻ്റെ ജമാലിലൂടെ ബക്കാവിലേക്ക് വരുന്നതും കാണാൻ പറ്റും. അതായത് അവർക്ക് നേരത്തെ എന്താണോ നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടൊക്കെ അള്ളാഹ് തിരിച്ചു കൊടുക്കും. അള്ളാഹു അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. അവനെ അള്ളാഹു സന്തോഷിപ്പിക്കും. അപ്പോൾ അതിലൂടെ എന്നിട്ട് ആ ജമാലിൽ അള്ളാഹുവിനെ കാണുന്നൊരവസ്ഥ അവനുണ്ടാവും. ഇത് പിന്നെ അവസ്ഥ തുടരും. പിന്നെ അവൻ അള്ളാഹിനെ അറിഞ്ഞിട്ടും അറിയില്ലായി നിൽക്കുകയാണെങ്കിൽ വീണ്ടും അടി കിട്ടുമ്പോൾ അള്ളാഹിൻ്റെ ജലാൽ വെളിവാകുമ്പോൾ വീണ്ടും അള്ളാഹിലേക്ക് അവൻ മടങ്ങും. അള്ളാഹിലേക്ക് മടങ്ങി റാഹത്തായാൽ തിരിച്ചു വീണ്ടും അള്ളാഹിൻ്റെ ജമാലിലേക്ക് കൊണ്ടുവരും. ഈ ഫനാവും ബക്കാവും, ഈ യഥാർത്ഥത്തിലുള്ള ഫനാവിന് മുമ്പ് ഈ ഫനാവും ബക്കാവും നടക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ഫനാവിന് ശേഷവും ഫനാവും ബക്കാവും നടക്കുന്നുണ്ട്. അപ്പം നിരന്തരമുള്ളൊരു യാത്രയാണത്. അങ്ങനെയുണ്ടല്ലോ നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കലും ചീത്ത പറയലും നന്മ പറയലും അങ്ങനെ തുടങ്ങി ഈ സംഭവങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആത്മീയമായ യാത്രയിൽ ഫനാവിൻ്റെ മുമ്പും ശേഷവും ഒക്കെ നടക്കുന്ന കാര്യമാണ്. ഇതിൽ ഒരറ്റല്ലേ, രാത്രിയും പകലും പോലെ നടക്കുന്ന ഒരു കാര്യമാണിത്. നല്ലൊരു ഉദാഹരണം ശേഷം പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. യുബ്ഖീഹി ഫി സിഫാത്തുൽ ജമാൽ, അങ്ങനെ ജമാലിൻ്റെ സിഫത്തിലൂടെയാണ് അവർ തിരിച്ച് മടങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ജമാലിൻ്റെ സിഫത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഫുള്ള് ജമാലായി. നമ്മൾ ചിന്തിക്കല്ലേ, നമ്മൾ ആദ്യം ഭയങ്കര ജലാലായിരുന്നു, അപ്പോൾ ഞാൻ അള്ളാഹിനെ അറിഞ്ഞു, ഭയങ്കര റാഹത്തായി,
പിന്നെ ജമാലെല്ലാം നഷ്ടപ്പെട്ടൊക്കെ എനിക്ക് കിട്ടി, ഉഷാറായി എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഉഷാറിൽ അങ്ങോട്ട് ലയിച്ച് ചേർന്ന് ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അതേ വിഷയത്തിൽ തന്നെ ജലാൽ വരും. ആയില്ല, പിന്നെ നിക്ക് എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ അതിൽ കൂടുതൽ വർധനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി യാത്രയാണ്. ഫലം യബ്കാലഹുൽ ഐന, ആ ഒരു ഘട്ടത്തിൽ അവന് ഐന് ഉണ്ടാവില്ല. ഐന് തന്നെ എവിടെ എന്ത് എങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എവിടെ എന്നുള്ള സ്ഥലം തന്നെ അവന് ഇല്ലാണ്ടായി പോവും. വബഖിയ ഫിൽ ഐൻ, എന്നിട്ട് അവൻ ആ സത്തയിൽ ഹഖീഖത്തിലായി അവൻ നിലനിൽക്കുകയും ചെയ്യും. ഫയഖൂന ഈമാനൻ ഐനിയൻ, അങ്ങനെ അവൻ്റെ ഈമാൻ യാഥാർത്ഥ്യം അനുഭവിച്ച സത്തയിലുള്ള ഈമാനായി മാറും. കമാ ഖാന ഹാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുപോലെ സയ്യിദുൽ വജൂദ് അലമുഷ്ഹൂദ് സയ്യിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഭവം പോലെ, തങ്ങളുടെ ഹാല് പോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു ഹാല് എന്താണത്? ലൈലത്തുൽ മിഅ്റാജിന്റെ സമയത്തുള്ള ഹാല്. ഫലമ്മാ ബലഗ ഖാബ ഖൗസൈനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാബ ഖൗസൈനി എന്നുള്ള മക്കാമിലെത്തിയപ്പോൾ, അതായത് അമ്പും വില്ലും എന്നുള്ളൊരു പദവിയിലെത്തിയപ്പോൾ, അമ്പും വില്ലിൻ്റെ ഇടയിലുള്ള ദൂരം ഉണ്ടല്ലോ ചെറിയ, അപ്പോൾ ആ പദവിയിലെത്തിയപ്പോൾ കാന ഫീ ഹയ്യിസിൽ ഐൻ, അപ്പോഴും റസൂലുള്ളാഹി ഇങ്ങനെ എവിടെ സ്ഥലം എന്നൊരു മണ്ഡലത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴും തങ്ങളുണ്ട് അള്ളണ്ട്, അങ്ങനത്തെ ഫീലിംഗ് ആയിരുന്നു തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതൊരു ഹാലിനെ പറ്റി പറയണ കേട്ടോ. ഫലമ്മാ ജദ്ബഹുൽ ഇനായ, അപ്പോൾ റസൂലുള്ളാഹി അതിൽ അള്ളാഹു നിർത്തിയില്ല. കാബ കൗസൈനി എന്ന് പറഞ്ഞ പദവിയിൽ അള്ളാഹ് നിർത്തിയില്ല. അത് അമ്പും വില്ലിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ദൂരം ഉണ്ടല്ലോ, ആ ചെറിയ ദൂരത്തിൽ റസൂലുള്ളാഹി അള്ളാഹു നിർത്തിയില്ല. തങ്ങളെന്ത് ചെയ്തു? ഫലമ്മാ ജദബ്തഹുൽ ഇനായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിൻ്റെ തീവ്രമായ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, മഹബത്തിൻ്റെ ജദ്ബ് തങ്ങളെ അള്ളാഹിലേക്ക് വലിച്ചു. അള്ളാഹിലേക്ക് തങ്ങളങ്ങനെ പിടിച്ചു വലിച്ചു. എന്നിട്ടോ ഫീ കൈനൂനതിഹി ഇലാ ഐനൂനതിഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്തയിൽ നിന്ന് അള്ളാഹിൻ്റെ സത്തയിലേക്ക് ഇങ്ങോട്ട് ലയിച്ചു ചേരുന്നൊരവസ്ഥ ഉണ്ടായി. രണ്ട് ഇണകൾ ഇങ്ങനെ അടുത്ത് ചേർന്ന് സല്ലപിക്കുന്നത് പോലെ. അപ്പോൾ ആ സല്ലപിക്കുന്നതിൽ സ്നേഹം അവരെന്ത് ചെയ്തില്ല, അവരാ സല്ലപിക്കുന്ന ആ മറയിലായി നിലനിർത്തിയില്ല. ഒരാൾ മറ്റേ ആളെ പിടിച്ചു വലിച്ചവരിലേക്ക് അടുപ്പിച്ചു. അതുപോലെ കാബ കൗസൈനി എന്ന് പറഞ്ഞതിൽ നിലനിന്നില്ല. എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ സ്നേഹവും കരുതലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വലിച്ചു അള്ളാഹുവിലേക്ക്. എന്നിട്ട് തങ്ങളെ അസ്തിത്വം നഷ്ടപ്പെട്ടു. ആ അവസ്ഥേനെ പറ്റിയാണ് ഔ അദ്ന എന്ന് പറഞ്ഞത് അള്ളാഹു. ഔ അദ്ന, അതിനേക്കാളും അടുത്തിട്ട്. കാബ കൗസൈനി ഔ അദ്ന, കാബ കൗസൈനി തന്നെ അമ്പും വില്ലും പോലെയാണ്. ഔ അദ്ന എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എടുത്തിട്ടാണ്. എന്നിട്ടോ ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ, എന്നിട്ട് അള്ളാഹു അവൻ്റെ അടിമക്ക് അറിയിച്ചു കൊടുത്തു. മാ ഔഹ, അറിയിച്ചു കൊടുത്തതൊക്കെ എല്ലാം അറിയിച്ചു കൊടുത്തു എന്നർത്ഥം. അവിടെ പിന്നെ ഒന്നും ബാക്കിയില്ല അറിയിച്ചു കൊടുക്കാനായിട്ട്, എല്ലാം അറിയിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ അതിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. പിന്നെ ഔഹ മാ അബ്ദിഹി മാ ഔഹ, ഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അള്ളാഹിൻ്റെ അടിമയിലേക്ക് അവൻ പിന്നെ വഹി ഇറക്കി. മാ ഔഹ, അവനെ അറിയിച്ചു കൊടുക്കേണ്ടതൊക്കെ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, തങ്ങളിലേക്ക് ഇറക്കിയതിനെ വിശ്വസിച്ചു. ഐ മിൻ സിഫാത്ത് റബ്ബിഹി, അള്ളാഹിൻ്റെ സിഫാത്തിൽ വിശ്വസിച്ചു. ആമൻതു സിഫാത്തുഹു ബി സിഫാത്തിഹി തആല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തിനെ എങ്ങനെയാണ് വിശ്വസിച്ച്? റസൂലുള്ളാഹിയുടെ സിഫാത്തിലൂടെ വിശ്വസിച്ച്. വദാത്തുഹു, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ദാത്തിനെ എങ്ങനെ വിശ്വസിച്ച്? റസൂലുള്ളാഹിയുടെ സിഫാത്തിലൂടെ. വസാറ കുല്ലു വുജൂദിൻ മുഅ്മിന ബില്ലാഹ്, എന്നിട്ടോ എല്ലാ വുജൂദും അള്ളാഹുവിനെ എന്ത് ചെയ്യും? പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന പോലെ ആയിത്തീർന്നു. ഈമാനുൻ ഐനിയൻ, സത്തയിലുള്ള വിശ്വാസം. അതായത് ഇവിടെ അള്ളാഹുലേക്ക് ഒരാൾ അടുത്താൽ, അള്ളാഹുവിൻ്റെ സത്തയിൽ, അള്ളാഹിൻ്റെ ഹഖീഖത്തിൽ ഫനാ പ്രാപിച്ചാൽ, അള്ളാഹുവിലൂടെ പിന്നെ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള എല്ലാവരും അള്ളാഹിനെ വിശ്വസിക്കുന്നതാണ്. മുഅ്മിനായ ആളും അള്ളാഹിനെ വിശ്വസിക്കുന്നത്, കാഫിറായ ആളും അള്ളാഹിനെ വിശ്വസിക്കുന്നത്, ഈശ്വരനെ വിശ്വസിക്കുന്നവൻ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ അള്ളാഹിനെ തന്നെ വിശ്വസിക്കുന്നത്, എല്ലാവരും അള്ളാഹിനെ വിശ്വസിക്കുന്നത്. പക്ഷെ അവരറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്തയിൽ ഹഖീഖത്തിലെല്ലാം അള്ളാഹിനെ വിശ്വസിക്കുന്നത് അന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ദാത്തുഹു വ സിഫാത്തു, അവൻ്റെ ദാത്തിലും സിഫാത്തിലൊക്കെ എല്ലാം അള്ളാഹിനെ വിശ്വസിക്കുന്നുള്ള അവന് മനസ്സിലാവും. അഖ്ബർ അൻഹു വഖാല,
ഇത് അവർക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് പറയും അൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്, മുഅ്മിനീങ്ങളൊക്കെ അവർ എല്ലാവരും അള്ളാഹനെ വിശ്വസിച്ചവരാണ്. യാനി ആമനു ബി ഹൂവിയത്തി വുജൂദിഹിം, അതായത് എല്ലാവരും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹിൻ്റെ ആ ഹൂവിയത്തിൻ്റെ വുജൂദ്, സത്തയിലുള്ള വുജൂദിൽ എല്ലാവരും വിശ്വസിച്ചു എന്ന് അർത്ഥം. അതായത് ഇനി കാഫിര്യങ്ങളൊക്കെ അള്ളാഹിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശരീഅത്തിൻ്റെ തലത്തിലുള്ള വിശ്വാസമല്ല, ആ അവരുടെ അവിശ്വാസവും അള്ളാഹ് തന്നെ സൃഷ്ടിച്ചതാണുള്ള അർത്ഥത്തിലുള്ള വിശ്വാസം. ആ ഒരു ഹൂവിയത്തുൽ വുജൂദിലുള്ള വിശ്വാസം. ആരിഫീങ്ങൾക്ക് ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഖദാഫി തഅവീലാത്ത് നജ്മിയ, തഅവീലാത്ത് നജ്മിയ എന്നുള്ള കിതാബിൽ ഇതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗമൊക്കെ കുറച്ചും കൂടി മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് മുദാക്കറ ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ ഞാൻ സൂചനകളെ തരുന്നുള്ളൂ. ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ചകൾ നടത്താം, അത് കുറെ കൂടി ആയത്തിൽ മനസ്സിലാവും. ഹാദാ ഹുവൽ ഈമാനുൽ ഹഖീഖി, ഇതാണ് ഹഖീഖത്തിലുള്ള ഈമാൻ. റസഖനല്ലാഹു വയ്യാക്കും വയ്യാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനത്തെ ഒരു അവസ്ഥ ഹഖീഖത്തുള്ള ഈമാൻ നമുക്ക് നൽകട്ടെ, അതുപോലെ എങ്ങൾക്കും അതുപോലെ നൽകട്ടെ എന്ന് ശൈഖുകൾ പറയാണ്. വഇലാ ഹാദ തജ്രീദി വത്തഫ്രീദ്, ഈ ഒരു മഖാമ എങ്ങനെ എത്തുക? ബിത്തജ്രീദി വത്തഫ്രീദ്, അല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. വത്തഫ്രീദ്, അള്ളാഹുവിൽ മാത്രം തനിച്ചാവുന്നതിലൂടെ. അത് വെറുതെ കിട്ടൂല. അല്ലാത്ത എല്ലാം ഹൃദയത്തൊന്ന് ഒഴിവാക്കണം. അപ്പം നമ്മൾ പറയും ഇതും കൂടിയല്ലേ ഉള്ളൂ, ഇതല്ലേ ഉള്ളൂ, ഈ ചെറിയ കാര്യമല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം, ചെറിയൊരു പൊടി മതി നമ്മളെ കണ്ണിൻ്റെ അടുത്തേക്ക് വെച്ചാൽ നമ്മൾ കാഴ്ച ഇല്ലാണ്ടാക്കാൻ. ചെറിയ പൊടി മതി. ഇവിടെ അല്ലാത്ത ഒരു പൊടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ മറക്കും. ആ പൊടി മതി അള്ളാഹിൻ്റെ തൊട്ട് മറക്കാൻ. നമ്മൾ ഇതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പം നമ്മളെല്ലാം ഒഴിവാക്കണം. തജ്രീദ്, ഇതെല്ലാം നമ്മൾ എടുത്ത് അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കണം. എന്നിട്ട് അള്ളാഹുൽ തനിച്ചാവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നാൽ യനാലുൽ അബ്ദ്, അങ്ങനെ വരുമ്പോൾ യനാലുൽ അബ്ദു ബിദ്ദിക്രി വത്തൗഹീദ്, ആ ഒരു അവസ്ഥ എങ്ങനെ ഒരാൾ എത്തിച്ചേരുക? അല്ലാത്ത എല്ലാം ഇങ്ങനെ ഹൃദയത്തുനിന്ന് ഒഴിവാവുക. അള്ളാഹിന് മാത്രം ഇങ്ങനെ തനിച്ചാവാൻ പറ്റുക. യനാലുൽ അബ്ദു ബിദ്ദിക്രി വത്തൗഹീദ്, ആ ഒരു അവസ്ഥയിലേക്ക് ഒരു അടിമ എത്തുന്നത് ബിദ്ദിക്രി വത്തൗഹീദ്, ദിക്ർ കൊണ്ട് അല്ലാ 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 എന്ന ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർക്ക് കിട്ടും. വത്തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഔറാത്ത് തർബിയൊക്കെ ചൊല്ലുന്നവർ നമ്മൾ അല്ലാ 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 എന്നിങ്ങനെ ചൊല്ലിപ്പിക്കുന്നതാ. നിരന്തരം അത് കൊണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഈ അടിസ്ഥാനത്തിലാണ്. അല്ലാത്ത എല്ലാം അവരെ ഹൃദയത്തിൽ നിന്ന് ഒഴിവായി പോകണം. അള്ളാഹിലേക്ക് മാത്രം അവരെ ഹൃദയം ശ്രദ്ധിക്കണം. ഒരാളിത് ഇങ്ങനെ അള്ളാഹ് എന്നുള്ള ചൊല്ലുന്നുണ്ട്, അള്ളാഹ് അവരെ ചൊല്ലുമ്പോൾ അവർക്ക് ഉള്ളിൽ നിന്നുള്ളൊരു വലിവ് ഇങ്ങനെ ഉണ്ടാവും അള്ളാഹിലേക്ക്. പക്ഷെ ആ വലിവ് ഉണ്ടാവുന്ന മാത്രം കാര്യമില്ല, വലിക്കുമ്പോൾ നമ്മൾ നിന്നു കൊടുക്കാനും പറ്റണം. അള്ളാഹ് ചൊല്ലുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണ് ഈ ചൊല്ലുന്നതും ഒരു ഭാഗത്ത് നടക്കും, അതിൻ്റെ ഓപ്പോസിറ്റായി പോകുന്നത് വേറെ ഭാഗത്ത് നടക്കും. അപ്പം അല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ അള്ളാഹിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആകെ സ്ട്രെസ്സായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരടിമ അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്നത് ദിക്ർ വർദ്ധിപ്പിച്ച അല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫി വസിയത്തിൽ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹഹു തങ്ങളോടുള്ള വസിയത്തിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലിയോ, അല്ലയോ അലിയാരെ, ഇഹ്ഫുൽ തൗഹീദ്, നിങ്ങൾ തൗഹീദ് മുറുകെ പിടിക്കണം. ഫഇന്നഹു റഅസു മാലി, അതെൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. തൗഹീദ് മുറുകെ പിടിക്കണം. വൽജമൽ അമല, അതുപോലെ തന്നെ നിങ്ങൾ അമലിൽ മുഴുകുകയും വേണം, അമൽ ചെയ്യണം. തൗഹീദിലായിരുന്നുകൊണ്ട് മാത്രമല്ല, ഞാൻ തൗഹീദിൻ്റെ ആളാണ്, അള്ളാഹിൻ്റെ ആരിഫാണ്, എനിക്ക് അമലൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ആവരുത്. തൗഹീദിലുണ്ടാവണം, അതോടൊപ്പം അമൽ ചെയ്യുകയും വേണം. ഫൈന്നഹു ഹിർഫത്തി, അതെൻ്റെ കൈത്തൊയിലാണ്. ആ തൗഹീദ് ഉണ്ടാവുമ്പോൾ ആണ് ആ കൈത്തൊയിലിന് ഭംഗി ഉണ്ടാവുന്നത്. വാഖിമി സ്വലാ, അതുപോലെ നിസ്കാരം നിലനിർത്തണം. ഫൈന്നഹു ഖുറത്തു ഐനി, കാരണം അത് എൻ്റെ കൺകുളിർമയാണ്. വദ്കുറുൽ ഹഖ, അതുപോലെ ഹക്കിനെ ദിക്ർ ചൊല്ലണം. ഫൈന്നഹു നുസ്റത്തു ഫുആദി, അതിൻ്റെ ഹൃദയത്തിൻ്റെ, ഫൈന്നഹു നുസ്റത്തു ഫുആദി, എൻ്റെ ഹൃദയത്തിൻ്റെ സഹായമാണ്. അപ്പോൾ നമ്മൾ ദിക്ർ ഇങ്ങനെ ധാരാളം ചെല്ലുമ്പോൾ, നമ്മൾ നാളെ ഒരു ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ തന്നെ പറഞ്ഞത് വായിച്ചിട്ടുണ്ടല്ലോ, ദിക്ർ ചൊല്ലുന്നത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു പ്രൊട്ടക്ഷനുള്ള
സംരക്ഷണമുള്ള ഒരു കവചത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലെയാണ്. ശൈത്താനും നഫ്സിനൊന്നും കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പോയി ഓടി ഒളിക്കുന്ന പോലെയാണ് ദിക്റിൽ നിന്ന്. അപ്പോൾ ദിക്ർ വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അള്ളാഹുലേക്ക്, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാവും. വസ്താമിൽ ഇൽമ, അതുപോലെ തന്നെ ഇൽമിൽ നിങ്ങൾ ശോലാവണം. ഇൽമ നിങ്ങൾ പ്രാവർത്തികമാക്കണം. ഫൈനഹു മിറാസി, കാരണം അത് എൻ്റെ അനന്തരാവകാശമാണ്. ഇൽമിലുള്ള മുഴുക എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഏറ്റവും വലിയ സത്ത. അതൊക്കെ ഈ പറഞ്ഞ് അവസാനം എത്തിക്കുന്നത് എന്താ? ഇൽമിലാണ്. ഇൽമിലുള്ള പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉന്നതമായ ഒരു ഇബാദത്ത്, ഏറ്റവും ഉന്നതമായ അവസ്ഥ. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അതാണ് മനുഷ്യനെ വലുതാക്കുന്നത്. എല്ലാം ഇൽമ കൊണ്ടേ ഒരാൾ വലുതാവുള്ളൂ, വേറൊന്നുകൊണ്ട് വലുതാവില്ല. അല്ലാഹുമ്മ ലാ തുഹരിംനാ മിൻ ഹാദൽ മീറാസ്. അല്ലാഹുവേ, ഈ ഒരു അനന്തരാവകാശം നമ്മൾ എടുത്തു കളയല്ലേ, ഈ ഒരു അനന്തരാവകാശം നമ്മൾക്ക് നിഷേധിക്കല്ലേ, ഈ അനന്തരാവകാശത്തിന് നമുക്ക് വർധനവ് കൊണ്ടാ എന്ന് ശൈഖ് ദുആ ചെയ്യാം. അപ്പോൾ ഈ വ്യാഖ്യാനമൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറഞ്ഞതിനാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ വിശ്വസിച്ചവരെ, ഈമാനിൽ വിശ്വസിക്കൂ, ശരീഅത്തുകാരെ ത്വരീഖത്തിൽ വരൂ, അതുപോലെ തന്നെ ത്വരീഖത്തിൻ്റെ അഹ്ലുകാരെ ഹഖീഖത്തിലേക്കും മാരിഫത്തിലേക്കും യാത്ര ചെയ്യൂ. മാരിഫത്തിൽ ചേർന്നവരെ നിരന്തരം അള്ളാഹുവിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കൂ. അമൽ ചെയ്യുന്നവരെ അമൽ വർദ്ധിപ്പിക്കൂ. അള്ളാഹുവിനെ അറിയുന്നവരെ അറിവ് വർദ്ധിപ്പിക്കൂ. ഇൽമിൽ മുഴുകുന്നവരെ മുഴുകുന്ന വർദ്ധിപ്പിക്കൂ. അങ്ങനെ തുടങ്ങി ഇതിൻ്റെ വർധനവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ സാരം. തായിഫുൽ ഇഷാറാത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ കാണാം, യാ അയ്യുഹല്ലദീന ആമനു മിൻ ഹൈസുൽ ബുർഹാൻ. അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറഞ്ഞതിൻ്റെ കുറേ വ്യാഖ്യാനങ്ങൾ പറയാണ്. അതിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മിൻ ഹൈസുൽ ബുർഹാൻ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചവരെ, ആമിനു മിൻ ഹൈസുൽ ബയാൻ, നിങ്ങൾ അതിൽ വ്യക്തമായി, അതിലൊക്കെ വ്യക്തതയിലുള്ള വിശ്വാസങ്ങൾ കൊണ്ടുവരും. എന്താണത്? ആ വ്യക്തത എങ്ങനെയാ? ഇലാൻ തുഅ്മിനു മിൻ ഹൈസുൽ കശ്ഫ് വൽ അയാൻ, ആത്മീയമായ മറനീക്കലിലൂടെയും അതുപോലെ തന്നെ കാഴ്ചയിലൂടെയും അനുഭവത്തിലൂടെയുള്ള ഒരു ഈമാനുണ്ട്, അതിലേക്ക് നിങ്ങൾ വരും. നിങ്ങളെ ഈ തെളിവിലൂടെയുള്ള ഈമാനിൽ മാത്രം നിൽക്കല്ലേ. നിങ്ങൾ ബാഹ്യമായ കർമ്മങ്ങളിലൂടെ, ബാഹ്യമായ തെളിവുകളിലൂടെയുള്ള ഈമാനിൽ മാത്രം നിങ്ങൾ നിൽക്കല്ലേ. നിങ്ങൾ അനുഭവത്തിലൂടെയുള്ള ഈമാനിലേക്ക് കടന്നു ചെല്ലൂ എന്നാ പറഞ്ഞതിൻ്റെ സാരം. അത് കശ്ഫിലൂടെയും കാഴ്ചയിലൂടെയുള്ള ഈമാനാണ്, അത് മാരിഫത്തിലേക്കുള്ള ഈമാനാണ്. ആ ഈമാനിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ. മറ്റൊരു വ്യാഖ്യാനം യുഖാൽ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തസ്ദീഖൻ, അല്ലയോ വിശ്വാസികളെ. എങ്ങനെയുള്ള വിശ്വാസികൾ? തസ്ദീഖ് എന്ന ആവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ വിശ്വാസികളുണ്ടല്ലോ, അങ്ങനത്തെ വിശ്വാസികളെ. ആമിനു തഹ്ഖീഖൻ, നിങ്ങൾ ശരിക്കും ഉറപ്പിച്ച് വിശ്വസിക്കുക, ഹഖീഖത്തുള്ള വിശ്വാസം കൊണ്ടുവരും. ബിഅന്ന നജാതക്കും ബിഫദ്ലി ലാ ബിഈമാനിക്കും, കാരണം അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, നിങ്ങളെ ഈമാൻ കൊണ്ടല്ല. അതുകൊണ്ട് അങ്ങനെ അതിന് വ്യാഖ്യാനിക്കാം. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ വിശ്വാസം കൊണ്ടല്ല നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന്. അതൊരു ഭയങ്കരമായ വ്യാഖ്യാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അല്ലയോ സത്യവിശ്വാസികളെ വിശ്വസിക്കൂ, നിങ്ങളെ വിശ്വാസം കൊണ്ടല്ല നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ടാണ്. വയുഖാൽ, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഫിൽ ഹാൽ, അല്ലയോ ഈ ഒരു അവസ്ഥയിൽ ഈമാൻ വെച്ചവരെ, ആമിനു ബി ഇസ്തിഅദാമത്തിൽ ഈമാനു ഇലൽ മആൽ, ഈ ഒരു ഈമാന് ആ നിങ്ങൾ അവസാനം വരെ കൊണ്ടുകൊടുക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുകയും. ഇതിന് മഹാന്മാർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈമാൻ എന്ന് പറയുന്നത് ത്വരീഖത്തിൻ്റെ മർത്തബ, ഈമാൻ്റെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്ത്. ഇസ്ലാമിൻ്റെ ലോകമാണ് ഈ ശരീഅത്ത്. ഇഹ്സാൻ്റെ ലോകമാണ് ഹഖീഖത്ത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ, അല്ലയോ ത്വരീഖത്തുകാരെ, അല്ലയോ ബയ്യത്ത് ചെയ്തവരെ, ആമിനു, നിങ്ങളിങ്ങനെ ബയ്യത്തിൽ മാത്രം നിന്നാൽ പോരാ, ആമിനു, ആ ബയ്യത്തിലുള്ള ഉറപ്പ് വർദ്ധിപ്പിക്കുക. യാ അയ്യുഹല്ലദീന, അതുപോലെ ഈമാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ പറ്റി പറയുന്നില്ലല്ലോ,
കൂടുതൽ ഈമാനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറയുമ്പോൾ ത്വരീഖത്തിൻ്റെ ആളുകളെ, നിങ്ങൾക്കാണ് യാത്ര ഉള്ളത്, അവർക്ക് യാത്രയില്ല. ഇസ്ലാമിൻ്റെ ആളുകൾക്ക് യാത്രയില്ല, അവർക്ക് ഇങ്ങനെ കേട്ട് വിശ്വസിക്കാനേ പറ്റൂ. ഈമാനിലുള്ള ഈമാൻ വർധനവ് എന്ന സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അല്ലയോ ത്വരീഖത്തിലെ ആളുകളെ, അള്ളാഹുൽ വിശ്വസിക്കുന്നവരെ, അള്ളാഹിൻ്റെ ഖലീഫയിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഈ വിശ്വാസം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും നിങ്ങളതിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇപ്പോൾ ഉള്ള വിശ്വസിക്കുന്നവരെ, യാ അയ്യുഹല്ലദീന ആമനു ഫിൽ ഹാൽ, ഇപ്പം വിശ്വാസമുള്ളവരെ, ആമിനു ബി ഇസ്തിദാമത്തുൽ ഈമാനി ഇലൽ മആൽ, അവസാനം വരെ അത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോയി. വയുക്കാൽ, ഇങ്ങനെയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, വറാ കുല്ലി വസ്ലിൻ വഫസ്ലിൻ വവജ്ദിൻ ഫഖദിൻ, നിങ്ങൾ അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കുക. എന്തിന് വിശ്വസിക്കുക? വറാ കുല്ല വസ്ലിൻ ഫസ്ലിൻ, അള്ളാഹുവിൽ എത്തിച്ചേർന്നതിനെയും അള്ളാഹിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെയും അപ്പുറത്തുള്ളൊരു അള്ളാഹുവിനെ. വജിദിൻ ഫഖദിൻ, അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലും അള്ളാഹിനെ നഷ്ടപ്പെടുന്നതിൻ്റെ അപ്പുറത്തുള്ള അള്ളാഹിനെ. അതായത് അള്ളാഹിൻ്റെ ജമാൽ ജലാലിൻ്റെ അപ്പുറത്തുള്ള അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും, അള്ളാഹിൻ്റെ ജമാൽ ജലാൽ മാത്രമല്ല, അള്ളാഹിൽ എത്തിച്ചേരലും അള്ളാഹുലുള്ള യോജിപ്പും അള്ളാഹുള്ള വേർപാടും അള്ളാഹുലുള്ള ജംഉം അള്ളാഹുള്ള ഫറക്കും അള്ളാഹുള്ള വജിദും അള്ളാഹുള്ള ഫഖദും. വജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കണ്ടെത്തുന്ന അവസ്ഥയാണ്, ഫഖദ് എന്ന് അള്ളാഹിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ അപ്പുറത്ത് അള്ളാഹുണ്ട്. ജമാലിനും ജലാലിനും അപ്പുറത്ത് അള്ളാഹുണ്ട്, ജമ്മിനും ഫറക്കിനും അപ്പുറത്ത് അള്ളാഹുണ്ട്. അതിലേക്ക് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ വിശ്വാസം ഇതിൽ മാത്രമാണ്, അള്ളാഹിൻ്റെ സിഫാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ലേ, അള്ളാഹിൻ്റെ ദാത്തിലേക്കുള്ള മടക്കണ്ടായും എന്നാണ് പറഞ്ഞ സാരം. യുക്കാൽ ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ബിസ്തിഅമാലി അദില്ലത്തിൽ ഉഖൂൽ, അല്ലയോ വിശ്വാസികളെ, എങ്ങനത്തെ വിശ്വാസികൾ? ബിസ്തിഅമാലി അദില്ലത്തിൽ ഉഖൂൽ, നിങ്ങളുടെ ബുദ്ധിൻ്റെ തെളിവുകളിൽ വിശ്വസിക്കുന്നവരെ. ആമിനു ഇദാ അനഖ്തും ബിൽ അഖ്വത്തിൽ വസൂൽ, അപ്പോൾ വിശ്വാസി, അതായത് നിങ്ങളുടെ തെളിവ് അനുസരിച്ച് വിശ്വസിക്കുന്നവരെ നിങ്ങൾ ആമിനു, നിങ്ങൾ വിശ്വസിക്കണം. എപ്പോൾ? ഇത് അനഖ്തും ബി ഉഖ്വത്തിൽ വസൂൽ, വസൂലിൻ്റെ അള്ളാഹുൽ ചേരുന്നതിൻ്റെ അങ്കണത്തിൽ നിങ്ങളുടെ മുട്ടുകുത്തിയാൽ, അതായത് അള്ളാഹുൽ ചേരുന്ന അവസ്ഥ നിങ്ങൾക്ക് എത്തിച്ചേർന്നാൽ. ഇസ്തംകനത് മിൻകും ഹൈറത്തുൽ ബദീഹ, ഒരു അമ്പരപ്പിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ പിടികൂടിയാൽ, അലബാത്തുദ്ദുഹൂൽ, സർവവും മറക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിത്തീർന്നാൽ. അതായത് ഇപ്പം നമ്മൾ ചില സമയങ്ങളിൽ ഫനായിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതായത് അള്ളാഹുലേക്ക് എത്തിച്ചേരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവൻ എന്ത് ചെയ്യും? ഒരു ഭയങ്കരമായ അമ്പരപ്പുണ്ട്, എന്താണ് ഈ സംഭവിക്കുന്നതൊക്കെ തോന്നും. അതുപോലെ അവന് അല്ലാത്ത എല്ലാത്തിനെയും മറക്കും, അവനെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഒരു അബോധാവസ്ഥയിൽ സംഭവിക്കുന്നതായിരിക്കും. പിന്നെയോ സുമ്മ അഫക്തും അൻതിൽക്കൽ ആയിബ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഉണരും. ആ ഉണരുന്ന സമയത്ത് ഫാമിനു അന്നല്ലദീ കാന ഗാലിബൻ അലൈക്കും, അന്നല്ലദീ കാന ഗാലിബൻ അലൈക്കും കാന ഷാഹിദൽ ഹഖ്, നിങ്ങൾ ആ ഉണരുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കണം. അന്നല്ലദീ ഗാലിബൻ, നിങ്ങൾക്ക് പിടികൂടിയ ഒരു അവസ്ഥ ഉണ്ടോ? കാന ഷാഹിദുൽ ഹഖ്, ഹക്കിനെ സാക്ഷ്യം വഹിക്കലാണ്. ലാ ഹഖീഖത്ത് ദാത്ത്, അല്ലാതെ ദാത്തിൽ എത്തിച്ചേർന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അത് അള്ളാഹിൻ്റെ ദാത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നതല്ല. അത് അള്ളാഹുവിൻ്റെ തജല്ലി അനുഭവിച്ചതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചതാണ്, അല്ലാണ്ട് ദാത്തിൽ എത്തിച്ചേർന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം 2-3 യാത്ര ഇവിടെ ഉണ്ട്. ഒന്നാമത്തത് നമ്മളുടെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹിനെ സ്ഥിരപ്പെടുത്തുന്നൊരവസ്ഥ. പിന്നെ അവനെന്ത് ചെയ്യും? യാത്ര ചെയ്ത് അള്ളാഹുൽ വസൂലാവുന്ന, അള്ളാഹുൽ എത്തിച്ചേരുന്നൊരവസ്ഥ ഉണ്ടാവും. ആ എത്തിച്ചേരുന്ന അവസ്ഥയിൽ അവൻ സ്വയം എല്ലാം മറക്കും, അവനാകെ ഒരു അമ്പരപ്പിലാവുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ അവന് ആ ഘട്ടത്തിൽ ഒരു അബോധാവസ്ഥ ഉണ്ടായ പോലെ ആയിരിക്കും. പിന്നെ അവന് ബോധത്തിലേക്ക് വരും. അപ്പോൾ ബോധത്തിലേക്ക് വരുമ്പോൾ അവന് തോന്നരുത് ഞാൻ അള്ളാഹിൻ്റെ ദാത്തിൽ ലയിച്ചിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കരുത്. അതായത് നമ്മൾ ഈ ജദ്ബൊക്കെ വരുമല്ലോ, ഒരു പിന്നെ
തർബിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും അങ്ങനത്തെ ചെറിയ ജذബിൻ്റെ അവസ്ഥ. ആ ജذബുള്ളപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അള്ളാൻ്റെ ദാത്തൊക്കെ കണ്ടുവരിക നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചത് മാത്രമേ ഉള്ളൂ. അതാണ് 4ാമത്തെ അവസ്ഥ, ശരിക്കും പരിപൂർണമായ അവസ്ഥ. നിങ്ങൾ സാക്ഷ്യം വഹിച്ചതായിട്ടുള്ളൂ നിങ്ങൾ ബോധ്യം വരല്. ഫൈന സമദീയത്തി മുനസ്സഹ മുഖദ്ദിസത്തുൻ, കാരണം അള്ളാഹിൻ്റെ സമദീയത്തുണ്ട്. അള്ളാഹു ഒന്നിനെ ആശ്രയിക്കുന്നവനല്ല എന്നുള്ള ഒരവസ്ഥ, അത് എല്ലാ പരിശുദ്ധമല്ലാത്ത കാര്യത്തിൽ നിന്നും സ്വതന്ത്രമാണ്. അവന് പരിശുദ്ധമായ പരിശുദ്ധമായ ഒരവസ്ഥയിൽ അവനൊന്നുമായിട്ട് ബന്ധമല്ല. നിങ്ങൾ അവനിലേക്ക് ലയിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ അവനിലേക്ക് ലയിക്കാൻ അവന് വേറൊന്നും ഇവിടെ ഇല്ല. ലയിക്കേണ്ട ഒരവസ്ഥയില്ല, വേർപെടേണ്ട ഒരവസ്ഥയില്ല. അവന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ദാത്തിൽ നിങ്ങൾ ലയിച്ചു ചേർന്നു നിങ്ങൾ വിചാരിക്കേണ്ട, അത് പോസിബിൾ അല്ല. അൻകുല്ലി ഖുർബിൻ വബോദിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാമീപ്യമോ അടുപ്പോ അകൽച്ചയോ ഒന്നുമില്ല. അവൻ്റെ ദാത്ത് അകൽച്ചയിൽ നിന്നോ അടുപ്പത്തിൽ നിന്നൊക്കെ അകലെയാണ്. ഫസ്ലിൻ, അതുപോലെ അവനിൽ എത്തിച്ചേരലും അവനിൽ നിന്ന് വേർപിരിയലൊന്നും അവനില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചേർന്നാ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ആർക്കും എത്തിച്ചേരാൻ പറ്റൂല എന്നാ. അപ്പോൾ ഇനി വേറെ എത്തിച്ചേരലുണ്ടെന്നല്ല. നമ്മൾ തർബിയൊക്കെ ചെയ്യുന്ന സമയത്ത് അള്ളാഹുൽ ഫനാ ആയി ബക്കായിലേക്ക് വന്നിട്ട് നമ്മൾ പറയല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പറയും ഇത്ര ഇനി അപ്പുറത്തൊന്നും അള്ളാഹിങ്ങനെ ലയിച്ച് ചേരലില്ലേ. നമ്മൾ വിചാരിക്കുന്ന അള്ളാഹിങ്ങനെ മുങ്ങി കുളിക്കലാന്ന്. അങ്ങനെയല്ല, അങ്ങനെ പോസിബിൾ അല്ല. അള്ളാഹു ഒരാൾക്കും അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹിൻ്റെ ദാത്തിൽ നമ്മൾ ലയിക്കാന്ന് പറഞ്ഞാൽ നമ്മളില്ലാണ്ടായി പോകും. നമ്മളവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുക? നമ്മളില്ലാത്ത സമയത്ത് എങ്ങനെ അനുഭവം ഉണ്ടാവുക? അവൻ മാത്രമേ നിൽക്കുന്ന സമയത്ത് എങ്ങനെ അനുഭവം ഉണ്ടാവുക? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ അള്ളാഹിൻ്റെ ദാത്തിൽ ലയിച്ച ഒന്നല്ല നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉണ്ട് എന്നുള്ള ബോധ്യം മാത്രമേ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ. ഒരു ഷുഹൂദ് മാത്രമേ തന്നിട്ടുള്ളൂ, സാക്ഷ്യം വഹിക്കൽ മാത്രം. അതാണ് കമാലിയത്തും അങ്ങനെ അതിലെ നിൽക്കലും. കാരണം അള്ളാഹിൻ്റെ ദാത്തിൻ്റെയും നമ്മളുടെ ഇടയിൽ അള്ളാഹു മറ വെച്ചത്, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ ജവാഹിറുൽ മആനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ മറ ഇല്ലായിരുന്നെങ്കിൽ നമ്മളവരിൽ ലയിച്ചു പോകും, പൂർണ്ണമായി ഇല്ലാണ്ടായി പോകും. പൂർണ്ണമായി ഇല്ലാണ്ടായാൽ പിന്നെ എങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുക, രസങ്ങൾ ഉണ്ടാവുക? ഇല്ലായ്മക്ക് അനുഭവം ഒന്നുമില്ലല്ലോ. 2 ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ അനുഭവങ്ങളും രസങ്ങളും സുഖവും ദുഃഖവും ഒക്കെ ഉള്ളൂ. ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് രസം? ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ ബഹറുൽ മദീൻ തഫ്സീറിൽ പറഞ്ഞ കാണാം, അമറൽ ഹഖ്ഖു ജല്ല ജലാലുഹു, ഹഖ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് അഹ്ലുൽ ഈമാൻ, ഈമാനിൻ്റെ അഹ്ലുകാരോട്, അൻ തജുദ്ദദു ഈമാനഹും, നിങ്ങളെ ഈമാനിനെ പുതുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആയുള്ളദീൻ ആമിനു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈമാൻ പുതുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. വയസ്ബുത്തു അലാ മാ ഹുവ ഹാസിൽ, നിങ്ങൾക്ക് എത്രയാണോ ഈമാൻ കിട്ടിയത് അത് നിങ്ങൾ സ്ഥിരപ്പെടുത്തുകയും വേണം. അതിൽ ഉറച്ചു നിൽക്കണം. എന്ത് ചെയ്യരുത്? അത് നഷ്ടപ്പെടുത്തി കളയരുത്. കിട്ടിയ ഈമാനിൽ ഉറച്ചു നിൽക്കണം. വയസ്തർഷിദു ഇലാ മാ ലൈസ ബിഹാസിൽ, നിങ്ങൾക്ക് ലഭിക്കാത്ത ഈമാനിലേക്ക് നിങ്ങൾ മാർഗദർശനം തേടുകയും യാത്ര ചെയ്യുകയും വേണം. അപ്പം നമ്മളൊക്കെ ഈമാനിൽ യാത്ര ചെയ്യുന്നവരാ. കിട്ടിയ ഈമാനും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവരുത്. അതിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ ഈമാനിലേക്ക് യാത്ര ചെയ്യുകയും വേണം. ഫൈന അൻവാർ അൽ ഈമാൻ, കാരണം ഈമാനിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താ? തതസായദു വതതറാദഫു അലൽ ഖുലൂബ്, ഹൃദയത്തിൽ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഇറങ്ങി വരുന്നതുമാണ്. ഈമാനിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനമല്ല, അങ്ങനല്ല. അതിങ്ങനെ ഘട്ടം ഘട്ടമായി കൂടിക്കൊണ്ടിരിക്കുന്ന, ഘട്ടം ഘട്ടമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈമാനിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ ആ ഈമാനിൻ്റെ പ്രകാശത്തിൽ വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെ അത് വർദ്ധിക്കുക? ബിഹസബി തസ്ഫിയത്തി വൻ നദർ, നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ചിന്തകളിലും ആത്മീയമായ ചിന്തകളിലും ഫിക്റിലും ഒക്കെ നമ്മൾ മുഴുകുന്നതിനനുസരിച്ച്, നമ്മൾ കൂടുതൽ അള്ളാഹുലേക്ക് നോക്കുന്നതിനനുസരിച്ച് നമുക്കെന്താവും? അത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ഒബി ഖദരി ത്വാത്തി വ തഖറുബ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനനുസരിച്ച്, അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിനനുസരിച്ച്, ഇബാദത്തുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച്, വ തഖറുബ്, അള്ളാഹുവിനോട് സാമീപ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച്, അതിനനുസരിച്ച് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഫലാ യസാലുൽ അബ്ദു യതഖറബു ഇലല്ലാഹ്, ഒരു അടിമ അള്ളാഹുവിലേക്ക് യാത്ര നിർത്തുകയില്ല. അതാ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും.
വാൻവാർ തവജുഹി തതവാറദു അലൈഹി. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവനിലേക്ക് ഇങ്ങനെ അതിൻ്റെ പ്രകാശം, അള്ളാഹിലേക്കുള്ള യാത്ര ചെയ്യുന്നതിൻ്റെ പ്രകാശം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഹത്താ തുഷാരിക്കു അലൈഹി അൻവാർ അൽ മുവാജഹത്തി. അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രകാശം അവൻ്റെ മുമ്പിൽ ഉദിക്കുന്നത് വരെ. അപ്പം ഈമാൻ കൂടി 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 പിന്നെ അള്ളാഹിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ ഉയരും. വഹി അൻവാർ ഷുഹൂദ്, അത് ഷുഹൂദിൻ്റെ അൻവാറാണ്, പ്രകാശാണ്. ഷുറൂഖുൽ അൻവാരി അല ഖദ്രി സഫാ ഇൽ അസ്റാർ. അപ്പോൾ ആ ഒരു അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രകാശം എങ്ങനെ ഉണ്ടാവുക? അല ഖദ്രി സഫാ ഇൽ അസ്റാർ. നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിനനുസരിച്ച്, നമ്മുടെ രഹസ്യങ്ങൾ എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങളിൽ അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രകാശം ഉദിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഉദിക്കാൻ എന്ത് വേണം? അസ്തമിക്കണം. അസ്തമിക്കാതെ ഉദിക്കാൻ കഴിയില്ല. എവിടുന്ന് അസ്തമിക്കണം? നിങ്ങളിൽ നിന്ന് അസ്തമിക്കണം. നിങ്ങളിൽ നിന്ന് അസ്തമിക്കുമ്പോൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇല്ലാണ്ടാക്കുമ്പോൾ അവൻ്റെ പ്രകാശം അവിടെ ഉദിച്ചു വരും. അതാണ് ശരിക്ക് നമ്മൾ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. വറുദു വൽ ഇംദാദു അലാ ഹസബി ഇസ്തിഅദാദ്. നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഒക്കെ ലഭിക്കുന്നത് എന്താ? അലാ ഹസബിൽ ഇസ്തിഅദാദ്. നിങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ തോതനുസരിച്ച്. നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ഇതിനൊന്നും വർധനമൊന്നും ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയില്ല. നമുക്ക് ഓരോന്നും കിട്ടുന്നത് നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ തോതനുസരിച്ച്. നമുക്ക് അതിലേക്കുള്ള തയ്യാറെടുപ്പ് നമ്മൾ കാണിക്കണം. ബിഖദരി തഫറു മിനൽ അഗയാർ. എങ്ങനെയാണത് ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്? ബിഖദരി തഫറു, നിങ്ങൾ ശൂന്യമാക്കുന്നതിനനുസരിച്ച്. മിനൽ അഗയാർ, അല്ലല്ലാത്ത വസ്തുക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശൂന്യമാക്കിയാൽ അതിൻ്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രകാശം വർദ്ധിച്ചു കിട്ടും. നിങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ തോതനുസരിച്ച് വർദ്ധിച്ചു കിട്ടും. അല്ലല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തോതനുസരിച്ച് വർദ്ധിച്ചു കിട്ടും. തരിദു അലൽ ഖൽബിൽ മവാഹിബു വൽ അസ്റാർ. അങ്ങനെ അതിനനുസരിച്ച് നിങ്ങളെ ഹൃദയത്തിലേക്ക് പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള രഹസ്യങ്ങളും പ്രകാശങ്ങളും ഒഴുകും. വഹാദാ കുല്ലുഹു ലിമൻ സാഹിബ ആരിഫീന വാഹദാൻഹും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്കുള്ളതല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആർക്കേ ഉണ്ടാവുള്ളൂ? ലിമൻ സ്വഹിബൽ ആരിഫൂൻ, മുറബിയായ ആരിഫീങ്ങളായ മാത്തുക്കളെ കൂടെ നടക്കുന്നവർക്ക്, അവരെ സുഹബത്തിലായി കഴിയുന്നവർക്ക് മാത്രമാണ്. വാഹദ അൻഹും, അവരുടെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്തവർക്ക് മാത്രമാണ്. ഒരാൾക്ക് ഈമാൻ വർദ്ധിച്ച് ഇങ്ങനെ കിട്ടണം. ഒരാൾ ഈമാൻ വർദ്ധിച്ച് അവൻ്റെ അസ്തിത്വത്തെ അവന് കാണാൻ സാധിക്കാതിരിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന പ്രകാശം അവൻ്റെ ഉള്ളിൽ ഉദിക്കണം. അങ്ങനെ ആ പ്രകാശത്തിൻ്റെ അലയൊലികൾ അവനിങ്ങനെ വർദ്ധിച്ച് കിട്ടണം. അവനിങ്ങനെ ഓരോ ദിവസം പ്രകാശിക്കുന്ന ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ആർക്കേ പറ്റൂ? അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ മുറബിയായ മശായിഖന്മാരെ എടുത്തു പോവുകയും അവരുടെ അടുത്ത് ബയ്യത്ത് ചെയ്യുകയും അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. ബയ്യത്ത് ചെയ്താൽ മാത്രം പോരാ. ശൈഖ് അവർകൾ പറഞ്ഞു നോക്കൂ, വമല്ലക സിമാമ നഫ്സിഹി ലഹും. നിങ്ങൾ നഫ്സിൻ്റെ കടിഞ്ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. നമുക്ക് തോന്നിയ പോലെ നമ്മൾ ഒരു ഭാഗത്തുകൂടെ സഞ്ചരിക്കുക, അവർ വേറെ ഭാഗത്തുകൂടെ സഞ്ചരിക്കുക. എന്നിട്ട് എനിക്ക് ഷെയ്ഖുണ്ട്, ത്വരീഖത്തുണ്ട്, ഞാൻ ഷെയ്ഖും ചരീഖത്തിനെ തർബിയത്തിലാന്ന് പറയാം. അതല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നഫ്സിൻ്റെ കടിഞ്ഞാണ് അവർക്ക് കൊടുക്കണം. അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ ചെയ്തോളി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ അവർക്ക് നമ്മളെ നഫ്സിൻ്റെ കടിഞ്ഞാൻ കൊടുത്താൽ പിന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വർധന ഉണ്ടാവും. ഇല്ല, ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലേ? ഒരാൾ ഷെയ്ഖിനെ സ്വീകരിക്കുന്നില്ല, ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്യുന്നില്ല. ഇനി ഷെയ്ഖിനെ സ്വീകരിക്കുകയും ബയ്യത്തൊക്കെ ചെയ്തു എന്ന് കരുതുക. പക്ഷെ ഷെയ്ഖ് പറഞ്ഞാൽ അനുസരിക്കുന്നുമില്ല, ഇങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിലോ ഫഹസബുൽ ഈമാനു ബിൽ ഗൈബ്. നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോകുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഗൈബിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. ആ ഈമാൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ബയ്യത്ത് ചെയ്താലും നിങ്ങൾ ഷെയ്ഖ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം കിട്ടുള്ളൂ. ഈ ഷെയ്ഖിനെ തന്നെ സ്വീകരിച്ചില്ലെങ്കിലോ അപ്പോൾ ആ വിശ്വാസം കിട്ടുള്ളൂ. വലോ അമില മാ അമില. നിങ്ങൾ എന്തെന്നെ അമൽ ചെയ്താലും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പ് പറ്റു, രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഖതം ഓതി, സ്വലാത്ത് ഇഷ്ടം പോലെ ചൊല്ലി, ലക്ഷക്കണക്കിന് ഒക്കെ ചൊല്ലി ഇങ്ങനെ നടക്കാന്ന് കരുതുക. ഇബാദത്തുകളൊക്കെ ചെയ്തു. അങ്ങനെ എത്ര ഇബാദത്ത് ചെയ്താലും, എങ്ങനെ ഇതൊക്കെ കൊണ്ടു നടന്നാലും
അവൻ എന്ത് അമൽ ചെയ്താലും അവൻ്റെ ഷെയ്ഖിൻ്റെ തർബീയത്തിലായി അവൻ നിൽക്കുന്നില്ലെങ്കിൽ, ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്ത് ഷെയ്ഖിൻ്റെ സോബത്തിലായി ഷെയ്ഖ് പറഞ്ഞതനുസരിച്ച് അവൻ നിലകൊള്ളുന്നില്ലെങ്കിൽ അവൻ എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല. അവൻ ആ അമൽ കൊണ്ട് അവൻ്റെ ആ കാര്യം കൊണ്ട് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അവന് ആകെയുള്ള ആക്സസ് ആണ് എൻ്റെ കൂലിയിട്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് അവൻ അപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ വിശ്വാസം, ഐബിലുള്ള വിശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരാൾ ഷെയ്ഖിനെ സ്വീകരിച്ചു, ഷെയ്ഖിൻ്റെ തർബീയത്തിലേക്ക് കഴിഞ്ഞു, ഷെയ്ഖ് പറഞ്ഞൊക്കെ അനുസരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ആ ഈമാനിലുള്ള വർധന വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അവൻ അമൽ ചെയ്യണം, അവൻ തയ്യാറെടുപ്പുണ്ടാവണം, അവൻ അല്ലാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വർധന ഉണ്ടാവും, എല്ലാത്തവർക്കും വർധന ഉണ്ടാവില്ല. നമ്മളൊരു കണക്ഷൻ ഇല്ലാത്ത വണ്ടി സ്റ്റാർട്ടാക്കണ പോലെ ഉണ്ടാവും, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നത് പോലെ ഉണ്ടാവും. അതൊന്നും കൊടുത്താലൊന്നും അത് മുന്നോട്ട് പോകില്ലല്ലോ. അതേസമയം എഞ്ചിനൊക്കെ ഉണ്ട്, കണക്ഷനൊക്കെ ഉണ്ട്, എല്ലാം സെറ്റാണ്. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും ബ്രേക്ക് ചവിട്ടിയാലൊക്കെ വണ്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അതേപോലെയാണത്. നമ്മൾ കണക്ഷൻ വേണം ഷെയ്ഖുമായി. കണക്ഷനുള്ളവർക്ക് പ്രവർത്തിച്ചാൽ കാര്യം ഉണ്ടാവും. കണക്ഷൻ ഇല്ലാത്തവർക്ക് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിനുള്ള എന്തെങ്കിലും കൂലി കിട്ടും, അത്രയേ ഉള്ളൂ, വേറൊന്നും കിട്ടൂല. വബില്ലാഹി തൗഫീഖ്. അള്ളാഹുവിൽ നിന്നാണ് എല്ലാ തൗഫീഖും, എല്ലാ വിജയവും അവനിൽ നിന്നാണ്. ജസാക്കല്ലാഹു ഖൈർ.